ായാലും ഏത് അത്ഭുത കൂട്ടാനും പിന്നെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഹായ് ഷിബുചേട്ടൻ. ഹായ് ഹായ്. ആൽക്കോളിക് അനോണിമസ് കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന ആൽക്കോളിക് അനോണിമസിന് പ്രായപൂർത്തിയായി എന്ന് ഏകദേശം 20 വർഷത്തിന് ശേഷം ആൽക്കോളിക് അനോണിമസ് രൂപം കൊണ്ട് 1935, അതിനുശേഷം 20 വർഷത്തിന് ശേഷം നടന്ന കേൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ വെച്ചിട്ടാണ് ആൽക്കോളിക് അനോണിമസിന് പ്രായപൂർത്തിയായി എന്ന് ബിൽ ഡബ്ല്യുയും പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ അതുവരെ അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇതെല്ലാം നടന്നിരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരൊരു സംഘശക്തിയായിരുന്നു. ഒരുപക്ഷെ ബിൽ ഡബ്ല്യു ആണ് നേതൃത്വത്തിലൂടെ മുന്നോട്ട് പോയതെങ്കിലും ആ ലീഡർഷിപ്പ് വ്യക്തമായിരുന്നില്ല, അല്ലെങ്കിൽ മങ്ങിയ നിലയിലായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കൂട്ടമായിട്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ഇതിന്റെ കോൺഫറൻസിന്റെ സ്ട്രക്ചറും ബൈലോസും ഇതിന്റെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നപ്പെട്ടതും ബിൽ ഡബ്ല്യു തന്നെയാണ്. അപ്പൊ ബിൽ ഡബ്ല്യു നേരിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് കംസ് ഓഫ് ഏജ്. ഇന്നലെ നമ്മൾ അതിന്റെ ലീഡർഷിപ്പിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 122 പേജിലാണ്. ഏകദേശം 324 പേജുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. സർവീസിൽ ഇറങ്ങുന്ന ആർക്കും ഒരുപക്ഷെ, ഞാൻ ആദ്യമായിട്ട് സർവീസിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ് ബി ട്രസ്റ്റി ആണെന്ന് അശോകൻ ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ, ആദ്യം നീ വായിക്കേണ്ട പുസ്തകം സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ കംസ് ഓഫ് ഏജ് ആണെന്നാണ്. അതിനുശേഷം എനിക്ക് ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആശയങ്ങൾ, അല്ലെങ്കിൽ തമ്മിൽ തല്ലാതെ ജീവിക്കാൻ, അല്ലെങ്കിൽ പരസ്പരം ഇടികൂടാതെ മത്സരിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ഒരുമിച്ചും കൊണ്ടുപോയി ജീവിക്കാൻ പറ്റിയ ഒരുപാട് ആശയങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അത് ലീഡർഷിപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ സെക്രട്ടറി മുതൽ JSR മുതൽ ഡെലിഗേറ്റ് മുതൽ അതിൻ്റെ ഗ്രൂപ്പ് റെപ്രസെന്റ് IGR മുതൽ ട്രസ്റ്റി മുതൽ ഏതൊക്കെ തസ്തികകളിലാണോ, അതിൽ ഏതൊക്കെ സേവന മേഖലകളിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അവിടെയെല്ലാം ഇത് പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. ദിസ് ബ്രിങ്സ് us straight to the question. പേജ് നമ്പർ 122 ദിസ് ബ്രിങ്സ് us straight to the question. ഇത് നമ്മെ നേരെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. Does AI have a real leadership? എക്ക് യഥാർത്ഥത്തിൽ നേതൃത്വമില്ലേ? ദ ആൻസർ ഈസ് യെസ്. ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. എങ്കിൽ പോലും പ്രകടമായി ഒരു നേതൃത്വം അതില്ലതാനും. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ അപ്പാരന്റ് ലാക്ക് ഓഫ് ഇറ്റ്. നമുക്ക് വീണ്ടും നമ്മുടെ സ്ഥാനഭ്രഷ്ട നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ അപ്പാരന്റ് ലാക്ക് ഓഫ് ഇറ്റ്. നമുക്ക് നേതൃത്വമില്ലാതെ നിലനിൽക്കാനാവില്ല. ലെറ്റ്സ് ടേൺ അഗെയിൻ ടു ദ ഡിപ്പോസ്ഡ് ഫൗണ്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. നമുക്ക് ഇന്നലെ സ്ഥാനഭ്രഷ്ടരായ സ്ഥാപകനിലേക്കും സുഹൃത്തുക്കളിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ ഇന്നലെ വായിച്ചത് ഓർക്കുന്നുണ്ടാവും. ഒരു മെറ്റിൽഡൻ ഗ്രൂപ്പിൽ ആദ്യം അദ്ദേഹമാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നീട് പലരും കടന്നു വന്നു. അദ്ദേഹം എൻ്റെ സ്ഥാനവും അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളും നിങ്ങളെ സഹായിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഉറച്ചു വെക്കുമ്പോൾ ഗ്രൂപ്പ് വേറെ തെരഞ്ഞെടുപ്പിനൊക്കെ തയ്യാറാണ്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ബിൽ ഡബ്ല്യു പിന്നീട് പറയുന്നത്. വാട്ട് ബിക്കംസ് ഓഫ് ദം. അവർക്ക് എന്ത് സംഭവിച്ചു? ആസ് ദർ ഗ്രിഫ് ആൻഡ് ആൻഷൈറ്റി വെയർ അവേ, എ സബ്റ്റിൽ ചേഞ്ച് ബിഗിൻസ്. അവരുടെ ഉത്കണ്ഠകളും സങ്കടങ്ങളും മാഞ്ഞുപോയി, ഒരു മാറ്റം ആരംഭിക്കുന്നു. Ultimately, the divide into two classes known in AA slangs as elder statesmen and bleeding deacons. അവർ രണ്ട് വിഭാഗങ്ങളായി തിരിയുന്നു. എയുടെ ഭാഷയിൽ മുതിർന്ന തന്ത്രജ്ഞരും ബ്ലീഡിംഗ് ഡീക്കൻസും, അല്ലെങ്കിൽ എൽഡർ സ്റ്റേറ്റ്സ്മെൻ ആണ്. അപ്പൊ മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞന്മാർ. ആ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറഞ്ഞാൽ വളരെ വിഷമിക്കുന്ന, അല്ലെങ്കിൽ ഡീക്കൻസ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് ഡീക്കൻസ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ വിഷമിക്കുന്ന, അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്ലഡ് വരുന്ന ഡീക്കൻസ്. ദ എൽഡർ സ്റ്റേറ്റ്സ്മാൻ ഈസ് വൺ ഹൂ സീസ് ദ വിസ്ഡം ഓഫ് ഹിസ് ഗ്രൂപ്പ് ഡിസിഷൻ. അപ്പോൾ ഇവിടെ മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞൻ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ വിവേകം കാണിക്കുന്നു. ഹു ഹോൾഡ്സ് നോ റിസെന്റ്മെന്റ്സ് ഓവർ ഹിസ് റെഡ്യൂസ് സ്റ്റാറ്റസ്, ഹുസ് ജഡ്ജ്മെന്റ് fortified by considerable experience is sound, and who is willing to sit quietly on the sidelines patiently awaiting developments. അപ്പം അയാൾക്ക് തൻ്റെ താഴ്ത്തപ്പെട്ട സ്ഥാനങ്ങൾ തീരുമാനമില്ല. അയാളുടെ തീരുമാനങ്ങൾക്ക് അനുഭവങ്ങളുടെ ഉറപ്പുണ്ട്, അത് നല്ലതുമാണ്.
സൗണ്ട്സ് ഗുഡ്, നല്ലതുമാണ്. ദ ബ്ലീഡിംഗ് ഡീക്കൻ ഈസ് വൺ ഹൂ റിമെയിൻസ് കൺവിൻസ്ഡ് ദാറ്റ് ദ ഗ്രൂപ്പ് കനോട്ട് ഗെറ്റ് അലോങ് വിത്തൗട്ട് ഹിം. അപ്പൊ ബ്ലീഡിംഗ് ഡീക്കൻ എന്താണ് ചെയ്യുക? അദ്ദേഹം സ്വയം സഹതാപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വശത്തിരുന്ന് ക്ഷമാപൂർവ്വം പുരോഗതി വീക്ഷിക്കുകയാണ് രാഷ്ട്രതന്ത്രജ്ഞനായ എൽഡർ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. ബ്ലീഡിംഗ് ഡീക്കനാകട്ടെ അയാൾ മുമ്പോട്ട് പോകില്ലെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. The bleeding league is one who remains convinced that the group cannot get along with it without him, who constantly ഓക്കെ വിത്തൗട്ട് അപ്പൊ ഈ ബ്ലീഡിംഗ് ടീക്കൻ എന്താണ് ചെയ്യുന്നത്? വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. Who constantly convenes for a re-election to office and who continues to be consumed with self-pity. സ്വയം സഹതാപത്തിലേക്ക് അദ്ദേഹം വഴുതി വീഴുകയും ചുരുക്കം ചിലർ രക്തം വാർന്നയുടെ തത്വങ്ങളും ആശയങ്ങളും നഷ്ടപ്പെട്ട കുടിയിലേക്ക് തിരികെ പോകുന്നു. അതായത് ഗ്രൂപ്പ് അവനെ കൂടാതെ നിലനിൽക്കില്ല. ഹു കോൺസ്റ്റന്റ്ലി കൺവിൻസ് ഫോർ റീ എലക്ഷൻ ടു ഓഫീസ്, വീണ്ടും എലക്ഷൻ എന്നെ തന്നെ തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ടു കണ്ടിന്യൂ ടു കൺസ്യൂംഡ് വിത്ത് സെൽഫ്-പിറ്റി. ചിലപ്പോൾ വീണ്ടും മദ്യത്തിലേക്ക് സ്വയം സഹതാപത്തിൽ വഴുതി വീണ് മദ്യത്തിലേക്ക് തിരിച്ചു പോകുന്നു. എ ഫ്യൂ ഡീക്കൻസ് hemorrhage so badly that they become drained of all AA spirit and principle and get drunk. അപ്പൊ അവർ വീണ്ടും ചില ഡീക്കന്മാര് ഇതിനകത്ത് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിട്ട് എയുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ എയുടെ ആത്മാവ് മൊത്തം ഇല്ലാതായി, അല്ലെങ്കിൽ തത്വങ്ങൾ ഇല്ലാതായി ഗെറ്റ് ഡ്രങ്ക്, കുടിയിലേക്ക് പോകുന്നു. അറ്റ് ടൈംസ് ദ എ ലാൻഡ്സ്കേപ്പ് സീംസ് ടു ബി ലിറ്റേർഡ് വിത്ത് ബ്ലീഡിംഗ് ഫോംസ്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് ഡീക്കന്മാരെ നമുക്ക് കാണാം. നിയർലി എവറി ഓൾ ടൈമർ ഇൻ അവർ സൊസൈറ്റി ഹാസ് ഗോൺ ത്രൂ ദിസ് പ്രോസസ് ഇൻ സം ഡിഗ്രി. ഇത്തരം എയില് ഇത്തരക്കാരെ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പഴമക്കാരും അല്ലെങ്കിൽ ആൽക്കോളിസംസിനുള്ളിലുള്ള മിക്കവാറും എല്ലാ പഴമക്കാരും ഇത്തരം ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് ബിൽഡബ്ല്യൂയോട് പറയണം. ആരും കടന്നു പോകാതിരിക്കുന്നില്ല, ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥയിലൂടെ സം ഡിഗ്രി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. ഐ ഹാവ് മൈസെൽഫ്, ഞാനും അങ്ങനെ തന്നെ ഒരാളാണ്, അല്ലെങ്കിൽ ബിൽഡബ്ല്യൂ ഇങ്ങനെ ഒരാളാണ്. ഹാപ്പിലി മോസ്റ്റ് ഓഫ് ദം സർവൈവ് ആൻഡ് ലൈവ് ടു ബിക്കം എൽഡർ സ്റ്റേറ്റ്മാൻ. പിന്നീട് അവരെന്താണ്, അവരിതിനെ അതിജീവിക്കുകയും മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞന്മാരാകുകയും ചെയ്യുമെന്നുള്ളത് സന്തോഷപ്രദമാണ്. പിന്നീട് അവർ ബ്ലീഡിംഗ് ഡീക്കന്മാർ എൽഡർ സ്റ്റേറ്റ്മെന്റിലേക്ക് അവർ മാറും. ദിസ് ഈസ് ദ റിയൽ ആൻഡ് എൻഡ്യൂറിംഗ് ലീഡർഷിപ്പ് ഓഫ് എ. ഇതാണ് യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ എയിലെ നേതൃത്വം. ദർ ഈസ് ദ ക്വയറ്റ് ഒപ്പീനിയൻ, ദ ഷുവർ നോളജ് ആൻഡ് ദ ഹംബിൾ എക്സാമ്പിൾ ദാറ്റ് റിസോൾവ്സ് a crisis. When sorely perplexed, the group inevitably turns to for advice. They become the voice of the group consciences. They are in fact the true voice of Alcoholics Anonymous. They do not drive by mandate, they lead by example. This is how tradition 9 was evolved. This is why AA can never be organized under any known form of government. അപ്പോൾ ശാന്തമായ അഭിപ്രായങ്ങളും ഉറച്ച തീരുമാനങ്ങളും വിനീതമായ ഉദാഹരണങ്ങളും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. ചിന്താക്കുഴപ്പത്തിലാകുമ്പോൾ ഗ്രൂപ്പ് അവരോട് അഭിപ്രായങ്ങൾ ആരായുന്നു? ആരോട്? എൽഡർ സ്റ്റേറ്റ്മെന്റ്സിനോട്. അവരുടെ ശബ്ദം ഗ്രൂപ്പിന്റെ മനസാക്ഷിയാകുന്നു. അവർ യഥാർത്ഥത്തിൽ ആൽക്കോഹോളിക് അനോണിമസിന്റെ ശബ്ദമാണ്. അവർ കൽപ്പന കൊണ്ടല്ല, മറിച്ച് ഉദാഹരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് 9ാം പാരമ്പര്യം രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് എ ഒരു തരത്തിലും സംഘടിതമായി കൂടാ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. But it also remains abundantly clear that we can and must create service boards or committees to be directly responsible to those they serve. പക്ഷെ നമുക്കറിയാം, തീർച്ചയായും നമുക്ക് കമ്മിറ്റികളോ സേവന ബോർഡുകളോ ഉണ്ടാക്കേണ്ടതാണ്. അവർ സേവനം ചെയ്യുന്നവരോട് നേരിട്ട് ഉത്തരവാദിത്തമുള്ളവരാണ്. വീണ്ടും അദ്ദേഹം ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ടുമാറോ ആഫ്റ്റർനൂൺ, നാളെ വൈകുന്നേരം, ഇൻ ദിസ് ഓഡിറ്റോറിയം, ഇതേ ഓഡിറ്റോറിയത്തിൽ, the same drama of A leadership will be reenacted for A as a whole. ഇതേ ഓഡിറ്റോറിയത്തിൽ എ നേതൃത്വത്തിന്റെ ഇതേ പ്രകടനം വീണ്ടും നടപ്പിലാകുന്നത് എക്ക് പൊതുവായി നമുക്ക് ദർശിക്കാൻ കഴിയും. ദ ഗ്രൂപ്പ് കോൺഫറൻസ് ഓഫ് ആൽക്കോഹോളിക്സ് അനോണിമസ് as represented by your named and chosen general service conference will take over the permanent care and custody of the organized world service of the entire fellowship. അപ്പോൾ
തെരഞ്ഞെടുത്ത ജനറൽ സർവീസ് കോൺഫറൻസ് ആൽക്കോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന്റെ കൂട്ടായ്മയെയും മനസാക്ഷിയും പ്രതിനിധീകരിക്കാൻ പോവുകയാണ്. And in the spirit of tradition, and we all times will step aside, leaving with you only the offer of our advice if and when you want it. We shall no longer direct or govern, nor will anybody else. AI as such should always remain unorganized. It will fall then to you, your lot to guard this treasured principle. അപ്പോൾ മുഴുവൻ സംഘടിതമായ ലോകസേവനം അവരുടെ സ്ഥിരമായ അധീനതയിലും സംരക്ഷണത്തിലാകും. 9ാം പാരമ്പര്യത്തിന്റെ ചൈതന്യത്തിൽ ഞങ്ങൾ പഴമാക്കുക പിൻവാങ്ങുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം ഉപദേശങ്ങൾ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആരും ഇനി ഭരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യില്ല. അത്തരത്തിലായ സംഘടിതമായിരിക്കും. ഈ വിലയേറിയ തത്വം സംരക്ഷിക്കേണ്ടതും ഇനിയും നിങ്ങൾ തന്നെയാണ്. We think the future safety of alcoholism greatly depends upon tradition 10, AI's principle of no controversy to the public level. This traditions read as follows. Alcoholics Anonymous has no opinion on outside issue. Hence, the AA name ought never be drawn into public controversy. അപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് 10ാം പാരമ്പര്യത്തിലാണെന്ന് നാം കരുതുന്നു. അതാകട്ടെ നാം തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നതാണ്. ഈ പാരമ്പര്യം ഇങ്ങനെ പറയുന്നു: എയ്ക്ക് മറ്റു വിഷയങ്ങളിൽ താല്പര്യമില്ല, അതുകൊണ്ട് എയുടെ പേര് പൊതുപ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. Since it began, Alcoholics Anonymous never has been divided by a major controversial issue. Alcoholics Anonymous ആരംഭിച്ചതിന് ശേഷം ഇതുവരെ വലിയ തർക്ക വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേർപെട്ട് പോയിട്ടില്ല. അവർ ഫെലോഷിപ്പ് നെവർ ഹാസ് ടേക്കൻ സൈഡ്സ് പബ്ലിക്ലി ഓൺ എനി ക്വസ്റ്റ്യൻസ് ഇൻ ദ എംപയർഡ് വേൾഡ്. ലോകത്തിന്റെ പോർമുഖങ്ങളിൽ നമ്മുടെ കൂട്ടായ്മ ഒരിക്കലും ആരുടെയും പക്ഷം ചേർന്നിട്ടില്ല. ദിസ് ഹാസ് ബീൻ നോ ഏൺഡ് വെർച്യു. ഇത് നാം ആർജിച്ച നന്മയല്ല. It could almost be said that we were born with it. For us, on all time recently declared, practically never have had a heated religious, political, or reform argument among AA members. So long as we do not argue these matters privately, it's a clinch. We never shall argue them publicly. ഇത് ആർജിച്ച നന്മയല്ല, നമ്മളിൽ തന്നെ ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ ആൽക്കോളിസം ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. അടുത്ത കാലത്ത് ഒരു പഴമക്കാരൻ പറഞ്ഞതുപോലെ, മതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ പരിഷ്കാരങ്ങളെക്കുറിച്ചോ ചൂടുപിടിച്ച ചർച്ചകൾ അംഗങ്ങൾക്കിടയിൽ കേൾക്കാറില്ല. സ്വകാര്യമായി നാം ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും പരസ്യമായി നാം അത് ചെയ്യാറുമില്ല. സ്വകാര്യമായിട്ടും നമ്മൾ ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്യമായിട്ടും ചതവ് ചെയ്യാറില്ല. So, as by some deep instincts, we have known from the very beginning that no matter what the provocation, we must never publicly take sides as AAs in any fight, even a worthy one. All history affords us the spectacle of striving nations and groups finally turns asunder because they were designed for or tempted into controversy. Others fell apart because of sheer self-righteousness while trying to force upon the rest of mankind some millennium of their own specification. In our own times, we have seen millions die in political and economic wars, often spurred by religions and racial differences. We live in the imminent possibility of a fresh holocaust to determine how men shall be governed and how the products of nature and toil shall be divided among them. That is the spiritual climate in which AA was born, and by God's grace has flourished nevertheless. എന്തുകൊണ്ടോ ആദ്യകാലം മുതൽ തന്നെ നാം ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു, ഇത്ര തന്നെ പ്രകോപിതരായാലും പരസ്യമായി നാം പക്ഷം ചേരരുതെന്ന്. നമുക്കത് ഗുണകരമാണെങ്കിൽ പോലും രാഷ്ട്രങ്ങളും ഗ്രൂപ്പുകളും വിവാദങ്ങളിൽപ്പെട്ട് ചിതറിപ്പോകുന്നത് ചരിത്രത്തിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളതാണ്. തന്നിഷ്ടക്കാരായ ചിലരാകട്ടെ അവരുടെ സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും തകർന്നു പോകുന്നതും നാം കണ്ടിട്ടുള്ളതാണ്. മതങ്ങളും വംശങ്ങളും ഉണർത്തിവിടുന്ന രാഷ്ട്രീയവും ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ളതാണ്. പ്രകൃതി മരിക്കുന്നത് സാമ്പത്തികവുമായ നാം നമ്മുടെ യുദ്ധങ്ങളിൽ കാലത്ത് തന്നെ സമ്പത്ത് പങ്കിടുമ്പോൾ ആസന്നമായ ഒരു കൂട്ടക്കൊലക്കിടയാകാവുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത്തരം ഒരു ആത്മീയ പശ്ചാത്തലത്തിലാണ് എ ജനിച്ചതും വളർന്നതും. മറ്റുള്ളവരുമായി
മറ്റുള്ളവരുമായും പരസ്പരവും പോരടിക്കാനുള്ള വിമുഖത ശ്രേഷ്ഠമായി കണക്കാക്കുകയും മറ്റുള്ളവരുടെ മേൽക്കൈ നേടാനും നാം ശ്രമിക്കുന്നില്ല. മാത്രവുമല്ല, AI അംഗങ്ങൾ സാധാരണ പൗരന്മാരാണെന്നും അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ മറന്ന് അതാത് കാലത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണെന്ന് ഇതിനർത്ഥമില്ല. AI മൊത്തത്തിൽ കാണുമ്പോൾ ഇത് മറ്റൊരു പ്രശ്നമാണ്. AI എന്ന നിലയിൽ നാം തർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ആയാൽ കൂട്ടായ്മ നശിക്കും. കൂട്ടായ്മയുടെ നിലനിൽപ്പും വ്യാപനവും ആണ് നമുക്ക് പ്രധാനം. മറ്റൊന്നിനെയും ഭാരം ചുമക്കാൻ നാം അതിനിടയിൽ തയ്യാറാകരുത്. Let us re-emphasize that this reluctance to fight one another or anybody else is not counted as some special virtue which makes us feel superior to the people. Nor does it mean that the members of Alcoholism must now restored as citizens of the world are going to back away from their individual responsibility to act as they see the right upon issue of our time. But when it comes to AA as a whole, that is different matter. As we do not enter into public controversy because we know that our fellowship will perish if we do. We conceive the survival and the spread of alcoholism to be something of greater importance than any way we could collectively throw back of other causes. Recovery from alcoholism is life itself to us, and we wish to preserve in full strength our means of survival. മദ്യത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ജീവിതം. അതിനാൽ അതിജീവനത്തിനായി നാം സർവ്വശക്തിയും സംഭരിക്കേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ നാം മധ്യസ്ഥരായേക്കാൾ പെട്ടെന്ന് സമാധാനമുള്ളവരും സന്തോഷമുള്ള ഒരു വലിയ കുടുംബമായെന്ന് നമുക്ക് തോന്നും. തീർച്ചയായും അത് അങ്ങനെയല്ല. നാം മനുഷ്യരാണ്, കലഹപ്രിയരാണ്. Maybe this sounds as though the alcoholics had suddenly gone peaceable and had become one great big happy family. ഇത് കേൾക്കുന്ന മധ്യസ്ഥതയേക്കാൾ പെട്ടെന്ന് സമാധാനമുള്ളവരും സന്തോഷമുള്ള ഒരു വലിയ കുടുംബമായെന്ന് നമുക്ക് തോന്നും. തീർച്ചയായും അത് അങ്ങനെയല്ല. നാം മനുഷ്യരാണ്. ഓഫ് കോഴ്സ് ദിസ് വാസ് നോട്ട് സോ അറ്റ് ഓൾ. വി ആർ ഹ്യൂമൻ ബീയിങ് ആൻഡ് വി സ്കോബിൾ. കലഹപ്രിയരാണ്. ബിഫോർ വി ലെവൽഡ് അപ്പ് എ ബിറ്റ്, ഒരല്പം ശരിയായി തുടങ്ങുമ്പോൾ എ ലുക്ക്ഡ് മോർ ലൈക്ക് ഓൺ prodigious squabble than anything else, at least on the surface. ഒരല്പം ശരിയായി തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഉപരിതലത്തിലെങ്കിലും വലിയ കലാപഭൂമിയാക്കി മാറ്റി $1000 ചെലവുകൾ പാസ്സാക്കിയിട്ട് വന്ന ഒരു കമ്പനി ഡയറക്ടർ എയുടെ ഒരു ബിസിനസ് മീറ്റിംഗിൽ $25 പോസ്റ്റൽ ചാർജിന്റെ കണക്ക് ചോദിക്കുന്നു. A corporation director who had just voted a company expenditure of $100,000 would appear at a business meeting and blow his top over an outlay of $25 worth of needed postage stamps. അപ്പോൾ $25 പോസ്റ്റൽ ചാർജിനെ കുറിച്ച് ഓർത്തത് അദ്ദേഹം തടയ്ക്കുന്നു. ഡിസ്ലൈക്കിംഗ് ദ അറ്റംപ്റ്റ് ഓഫ് സം ടു മാനേജ് ദ ഗ്രൂപ്പ്. ആരോ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു എന്ന് കരുതി പകുതി ആളെയും കൊണ്ട് ഒരാൾ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. Disliking the attempt of someone to manage the group, half of its membership might angrily rush up to form another group more to their liking. അപ്പോൾ അവരുമായിട്ട് ചില ആളുകൾ ആരോ ഈ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ന് കരുതി ആ ഗ്രൂപ്പിലുള്ള പകുതി ആളെയും കൊണ്ട് പോയിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. Elders temporarily turned pricey, often sulked. Sometimes bitter attacks have been directed against people suspected of mixed motives. Yet, despite their din, our rows have never done a particle of harm. They were just part of parcel of learning to work and live together. Let it be noted too that they were almost always concerned with how to make AA more effective, how to do the most good for the most alcoholics. മറ്റൊരു പഴമക്കാരനായ കപടഭക്തൻ ഓഫൺ സൾക്കഡ്. വിവിധ ഉദ്ദേശങ്ങളുമായി എത്തുന്നവർ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നു. സംടൈംസ് ബിറ്റർ അറ്റാക്സ് ഹാവ് ബീൻ ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് പീപ്പിൾ സസ്പെക്റ്റഡ് ഓഫ് മിക്സഡ് മോട്ടീവ്സ്. വിവിധ ഉദ്ദേശങ്ങൾ, പല ഉദ്ദേശങ്ങളുമായിട്ട് വരുന്നവർ ആക്രമിക്കപ്പെടുന്നു. പഴമക്കാരനായ കപടഭക്തൻ ഇതിൽ ഉൾപ്പെടുന്നു. Yes, despite their din, our rows have never done a particular of harm. ഇത്തരം കോലാഹലങ്ങൾക്കൊന്നും ദ്രോഹിക്കാനാവില്ല. They were just part and parcel of learning to work and live together. അവർ ഒരുമിച്ച് ഇവയൊക്കെ നല്ല പാഠങ്ങളാണ്. പാഠങ്ങൾ പഠിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളാണ് ഇവയൊക്കെ പ്രദാനം ചെയ്യുന്നത്. Let it be noted that they were almost always concerned with how to make AA more effective, how to do the most good for the most alcoholics.
അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഗുണപാഠങ്ങൾ നൽകുന്നതാണ് ഇത്തരം പ്രവർത്തികളൊക്കെ. എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? എങ്ങനെയെങ്കിലും AI കൂടുതൽ കാര്യക്ഷമമാക്കണം, മറ്റു മധ്യസ്ഥർക്ക് എങ്ങനെയെങ്കിലും നന്മ ചെയ്യണമെന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മോസ്റ്റ് ആൽക്കഹോളിക്സിനെ നമ്മൾ രക്ഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദ വാഷിംഗ്ടോണിയൻ സൊസൈറ്റി, എ മൂവ്മെന്റ് among alcoholics which started a Baltimore a century ago, almost discovered the answer to alcoholism. At first, the society was composed entirely of alcoholics trying to get help one another. The early members foresaw that they should dedicate themselves to their sole aim. In many respects, the Washingtonians were akin to AA. Their membership passed the 500,000 mark. Had they stuck to their one goal, they might have found the full answer. Instead, the Washingtonians permitted politicians and reformers, both alcoholic and non-alcoholics, to use the society for their own purpose. Abolition of slavery, for example, was a stormy political issue then. Soon, Washingtonian speakers violently and publicly took side on this question. Maybe the society could have survived the abolition controversy, but it did not have a moment. It determined to reform all America's drinking habits. Some of the Washingtonians become temperance crusaders. Within a very few years, they had completely lost their effectiveness in helping alcoholics, and the society collapsed. അപ്പോൾ അദ്ദേഹം ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായ വാഷിംഗ്ടോണിയൻ സമൂഹത്തെ പറ്റി പറയാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ആരംഭിച്ച വാഷിംഗ്ടോണിയൻ എന്ന് പറയുന്ന സമൂഹം മധ്യാസക്തിക്ക് മിക്കവാറും ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ആദ്യകാലത്ത് പരസ്പരം സഹായിക്കുന്ന മധ്യാസക്തർ മാത്രമായിരുന്നു സമൂഹത്തിലെ അംഗങ്ങൾ. ആദ്യകാല അംഗങ്ങൾ ഈ ലക്ഷ്യം മുമ്പിൽ കണ്ട് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. പല കാര്യങ്ങളിലും വാഷിംഗ്ടോണിയൻസ് ഏക്കാരെ പോലെ തന്നെയായിരുന്നു. അവരുടെ അംഗസംഖ്യ 5 ലക്ഷം വരെ കടന്നു. അവർ ആ ഒറ്റ ലക്ഷ്യത്തിൽ നിലകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് പൂർണ്ണ ഉത്തരം ലഭിക്കുമായിരുന്നു. പക്ഷെ വാഷിംഗ്ടോണിയൻസ് അങ്ങനെ ചെയ്തില്ല. പല രാഷ്ട്രീയക്കാരെയും പരിഷ്കർത്താക്കളെയും മധ്യാസക്തരല്ലാത്തവരെയും അവരുടെ ഉദ്ദേശങ്ങൾക്കായി സമൂഹത്തെ ഉപയോഗിക്കാനായി വിട്ടു നൽകി. ഉദാഹരണത്തിന്, അടിമത്ത നിർമ്മാർജ്ജനം അവരുടെ ഒരു പ്രധാന വിഷയമായി. ഈ വിഷയത്തിൽ വാഷിംഗ്ടോണിയൻ വക്താക്കൾ പക്ഷാപാതപരമായ പ്രഭാഷണങ്ങൾ നടത്തി. ഒരുപക്ഷെ മദ്യനിരോധന വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും അമേരിക്കൻ ജനതയുടെ മദ്യപാനശീലങ്ങളെ പരിഷ്കരിക്കാൻ ശ്രമിച്ചത് അവർക്ക് വിനയായി. ചിലരൊക്കെ തീവ്രവാദികളായ കുരിശുയുദ്ധക്കാരായി മാറി. വർഷങ്ങൾക്കുള്ളിൽ തന്നെ മദ്യാസക്തരെ സഹായിക്കാൻ കഴിയാത്തവരായി വാഷിംഗ്ടോണിയൻ സമൂഹം നശിച്ചു. The lessons to be learned from the Washingtonians was not overlooked by Alcoholics Anonymous. As we survived the wreck of that moment, early AA members resolved to keep our society out of public controversy. വാഷിംഗ്ടോണിൽ നിന്നുള്ള പാഠം ആൽക്കഹോളിക്സ് അനോണിമസിന് അവഗണിക്കാനാവില്ല. അവരുടെ നാശം കണ്ട നമ്മുടെ ആദ്യകാല അംഗങ്ങൾ നമ്മുടെ സമൂഹത്തെ പൊതുപ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. Considering how most of us have really loved controversy, this denial of the privilege of attacking something or somebody in public is no small achievement for the naturally aggressive people that we are. To make our survival as a fellowship sure, we have often gone in the opposite direction. Years ago, for example, we stood in great fear of the misuse of the AA, named by AAs and outside groups who wanted to use it for their own money-raising, controversial or publicity purposes. And we reflected that the bigger AA grew, the greater this temptation would surely be. Therefore, we felt we had to find a way legally to protect the precious name of our society. Our trustees were advised that this could be done only by incorporating the name Alcoholics Anonymous in every state of the Union and in all foreign countries. We actually began this tedious, complicated and expensive task, which finally bogged down in a mass of technicalities, red tape and charters. അപ്പോൾ നാം എല്ലാം തന്നെ വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരെ എതിർക്കുന്നതും ആക്രമിക്കുന്നതും ഒഴിവാക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പിനായി നാം ബഹുദൂരം എതിർദിശകളിൽ സഞ്ചരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എക്കാരും മറ്റുള്ള ഗ്രൂപ്പുകളും പണം ഉണ്ടാക്കുന്നതിനായി എയുടെ പേര് ദുരുപയോഗം ചെയ്തു. വിവാദങ്ങളും പരസ്യങ്ങളും ഉയർത്തി അവരുടെ സ്വന്തം നന്മയ്ക്കായി. വലുതാകും തോറും ഇത്തരം പ്രലോഭനങ്ങളും നമുക്കുണ്ടാകും. അതുകൊണ്ട് നിയമപരമായി നമ്മുടെ വിലപ്പെട്ട പേര് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നി. ഇത് സാധ്യമാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ഉൾപ്പെടുത്തുന്നതിനായി നാം ട്രസ്റ്റുമാർക്ക് ഉപദേശം നൽകിയിരിക്കുന്നു. നാം യഥാർത്ഥത്തിൽ സങ്കീർണമായ
മെനക്കെട്ട വിലപിടിച്ച ഈ കൃത്യം നിർത്താൻ ആരംഭിച്ചു. അവസാനം അത് സാങ്കേതികത്വത്തിലും ചുവപ്പ് നടയിലും കുരുങ്ങിക്കിടക്കുന്നു. But the issue was received with a bang when one of the large motion picture producers suddenly came up with a script for a picture which they were going to call Mr. and Miss Anonymous. The proposed portrayal of AA seemed pretty lopsided and in rather hard taste. So they agreed to change the title. The company refused to do much of anything about the objectionable script. What then would we do about it? മിസ്റ്റർ ആൻഡ് മിസ്സസ് അനോണിമസ് എന്ന പേരിൽ ഒരു തിരക്കഥയുമായ ഒരു പ്രമുഖ സിനിമാ നിർമ്മാതാവ് രംഗത്തെത്തിയോടെ പ്രശ്നം ഒരു പൊട്ടിത്തെറിയുടെ പുനർജനിച്ചു. എയെ കുറിച്ചുള്ള വർണ്ണന അസന്തുലിതവും മോശവുമായിരുന്നു. പേര് മാറ്റാൻ സമ്മതിച്ചെങ്കിലും തിരക്കഥയിൽ കാര്യമായ മാറ്റം വരുത്താൻ കമ്മിറ്റി തയ്യാറായില്ല. നമുക്ക് എന്ത് ചെയ്യാനാകും? We concluded that we ought to ask for an injunction against the company for misuse of the A name. This prospectus of legal action caused the company to revise the script more to our liking. Otherwise, we might have sued, forgetting all about A's principle of non-controversy in public. We were that excited. എയുടെ പേര് ദുരുപയോഗം ചെയ്തതിന് കമ്പനിക്കെതിരെ നിരോധന ഉത്തരവ് നേടാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിയമ നടപടികൾ നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കമ്പനിയെ പ്രേരിപ്പിച്ചു. അല്ലാത്ത പക്ഷം എയുടെ തത്വങ്ങൾക്കെതിരായി കേസ് കൊടുക്കാനും വിവാദങ്ങളിൽ ചെന്ന് പെടുവാനും നമുക്കിട വന്നാനേ. ഞങ്ങൾ ആവേശഭരിതരായി. After this moving picture incident, our chairman Bernard Smith came up with that looked like a wonderful idea. As a lawyer, he thought Alcohol Anonymous could easily obtain a congressional charter, an act of Congress which would protect the AA name everywhere. This would put us in the same class as the Red Cross and several other notable organizations. It was thought that the mere existence of such a charter could restrain nearly all those who might be tempted to misuse AA names, and a legal bludgeon of this size and weight could easily be used on any who might still defy the law. It looked like a grand idea, and we at the headquarters were all for it. എയുടെ പേര് ഞങ്ങൾ ആവേശഭരിതരായി. ഈ ചരിത്ര സംഭവത്തിന് ശേഷം നമ്മുടെ ചെയർമാൻ ബെർണാഡ് സ്മിത്ത് ആവേശകരമായ ഒരു പുതിയൊരു ആശയവുമായി വന്നു. ഒരു വക്കീൽ എന്ന നിലയിൽ പ്രതിനിധി സംബന്ധമായ ഒരു പ്രമാണം ആൽക്കോഹോളിക് അനോണിമസിന് എളുപ്പത്തിൽ നേടിയെടുക്കാം. ഈ നിയമം എയുടെ പേര് എവിടെയും സംരക്ഷിക്കും. ഇത് നമ്മെ റെഡ് ക്രോസ് പോലുള്ള മറ്റനേകം സ്ഥാനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തും. എയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് ഇത് സംരക്ഷിക്കും. ഇത്തരം പ്രമാണങ്ങൾ എയുടെ ദുരുപയോഗം ചെയ്യാനുള്ള ആരുടെയും ശ്രമങ്ങളെ തടയുമെന്ന് കരുതി. ഈ തരത്തിൽ ഘനമുള്ള നിയമത്തിന്റെ വടി ആരെങ്കിലും ഈ നിയമത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ പ്രയോഗിക്കാൻ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ വലിയ ആശയത്തിനായി തയ്യാറാകുന്നത് പോലെ തോന്നി. But the conscience of Alcoholics Anonymous, its General Service Conference, had other idea. The conference pointed out as how foolish it would be to incorporate AA's way of life as a legal instrument with which to attack anyone, no matter what the provocation. We could not be content with such an instrument for purpose of pure restraint. Under enough provocation, we could be born to start public lawsuits and thus enter the field of public controversy. It would be like building a war machine on the theory that it would always stay home and never fight. I would mean the legal organization of a fellowship whose traditional insisted on its being unorganized. The conference thought we ought to forget about the questionable advantage of legality and controversy and rely upon group and public opinion for our ultimate protection. After long debate, we at the headquarters saw that the conscience of Alcoholics Anonymous acting through the delegates was wiser than we were. So the Congress of the United States was never asked to incorporate AA. പക്ഷേ ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ കോൺഫറൻസിന്റെ ജനറൽ സർവീസ് മനസാക്ഷി മറ്റൊന്നായിരുന്നു. ജീവിത രീതിയെ ഈ തരത്തിൽ നിയമപരമായി സംഘടിപ്പിക്കുന്നതിന്റെ വിഡ്ഢിത്തം കോൺഫറൻസ് ചൂണ്ടിക്കാട്ടി. പ്രകോപനം എന്തുതന്നെയായാലും നിയമം കൊണ്ട് ആരെ വേണമെങ്കിലും നമുക്ക് ആക്രമിക്കാം. ശുദ്ധമായ നിയന്ത്രണം കൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടാൻ ഇടയില്ല. പ്രകോപനങ്ങളെ തുടർന്ന് നാം പൊതു താല്പര്യ ഹർജികൾ നൽകാൻ നിർബന്ധിതരാകും. അതുവഴി നാം വിവാദങ്ങളിലേക്കും ചെന്നുപെടും.
ഒരു യുദ്ധതന്ത്രം നിർമ്മിച്ച് ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന ധാരണയിൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് തുല്യമാണിത്. ഒരു സംഘടനയില്ലെന്ന് പാരമ്പര്യങ്ങളിൽ പറയുകയും സംഘടനാ തലത്തിൽ നിയമം നിർമ്മിക്കുകയാണ് ഇവിടെ നാം ചെയ്യുന്നത്. നിയമപരമായ ചോദ്യങ്ങളുടെ നേട്ടങ്ങളെയും വിവാദങ്ങളെയും നാം മറക്കേണ്ടതുമാണ് എന്ന് കോൺഫറൻസ് കണ്ടെത്തി. ഗ്രൂപ്പിലും പൊതുജന അഭിപ്രായത്തിലുമാണ് നമ്മുടെ പരമമായ സുരക്ഷിതത്വം. The moving resolution by which the conference took this action ought to be set on the record. It was drawn by Delegate Bob T., a Mississippi lawyer. Reporting for his committee, he said, "We have reviewed all of the arguments pro and con in the subject, have discussed it with many members of AA, with the conference and outside of it, and we have come to these conclusions." നീണ്ട തർക്കത്തിനൊടുവിൽ ഒരു കാര്യം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ പ്രതിനിധികളിലൂടെ മനസാക്ഷിയേക്കാൾ പ്രതിഫലിച്ച വിവേകമുണ്ടായിരുന്നത് ആൽക്കോളിക്സ് അനോണിമസിന്റെ മനസാക്ഷിക്കായിരുന്നു. അതായത് അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രതിനിധി സഭ ആൽക്കോളിക്സ് അനോണിമസ് ഒരു കോർപ്പറേഷൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. കോൺഫറൻസ് എടുത്ത ഹൃദയസ്പർശിയായ ഈ പ്രമേയം നടപ്പാക്കുന്നത് രേഖപ്പെടുത്തേണ്ടതാണ്. മിസിസിപ്പിയിലെ വക്കീലായ പ്രതിനിധി ഡെലിഗേറ്റായിട്ടുള്ള ബോബ് ടി ആണ് ഇത് രൂപപ്പെടുത്തിയത്. കമ്മിറ്റിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള എല്ലാ വാദങ്ങളും നാം കേട്ടു. കോൺഫറൻസിനകത്തും പുറത്തുമുള്ള അനേക അംഗങ്ങളുമായി നാം ചർച്ചകൾ നടത്തി നാം ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 1. The evils which caused the questions to arise have largely debated. ചോദ്യങ്ങൾ ചോദിക്കാനിടയായ തിന്മകൾ ശമിച്ചിരിക്കുന്നു. 2. A congressional corporation would create by law a power to govern with which would be contrary to and violate of our traditions. 2. ഭരണകേന്ദ്രങ്ങളാകാനിടയുള്ള പ്രതിനിധി സഭയുടെ രൂപീകരണം നമ്മുടെ പാരമ്പര്യങ്ങൾക്കെതിരും ലംഘനവുമാണ്. 3. It would implement the spiritual force AA with the legal power which we believe would tend to weaken its spiritual strength. നമ്മുടെ ആത്മീയ ശക്തിയെ നിയമബലത്തിന്റെ പരിധിയിലാകുമ്പോൾ ആത്മബലം കുറയുന്നതായി കരുതേണ്ടിയിരിക്കുന്നു. 4. When we ask for legal rights enforceable in courts of law, we by the same act subject ourselves to possible legal regulations. 4. നിയമപരമായ അവകാശങ്ങൾ നാം കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതേ നിയമത്തിന്റെ പരിധിയിലാകാൻ നാം നമ്മെ തന്നെ അനുവദിക്കുകയാണ്. 5. We might well become endlessly entangled in litigations which, together with the incidental expenses and publicity, and could seriously threaten our very existence. 5. തുടർച്ചയായ വ്യവഹാരങ്ങളും അതുവഴി ഉണ്ടാകുന്ന പണച്ചിലവും പ്രശസ്തിയും നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാകും. 6. Incorporation of AA could conceivably become the opening wedge that might engender politics and a struggle for power within our own ranks. AA ഒരു കോർപ്പറേഷൻ ആക്കുന്നതിലൂടെ അത് രാഷ്ട്രീയത്തിലേക്ക് നമുക്കിടയിൽ തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരവും നടക്കും. 7. Continuously since its beginning and today, AA has been a fellowship and not an organization. Incorporation necessarily makes it an organization. AA അതിന്റെ ആരംഭകാലം മുതൽ തന്നെ ഒരു കൂട്ടായ്മയാണ്, സംഘടനയല്ല. കോർപ്പറേഷൻ ആകുമ്പോൾ സ്വാഭാവികമായും അതൊരു സംഘടനയാകും. 8. We believe that a spiritual faith and a way of life cannot be incorporated. ആത്മീയ വിശ്വാസവും ജീവിത രീതിയും കോർപ്പറേഷൻ ആക്കാവുന്നതല്ല. 9. AA can and will survive so long as it remains a spiritual faith and a way of life open to all men and women who suffer from alcoholism. മദ്യാസക്തി മൂലം കഷ്ടപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന ആത്മീയ വിശ്വാസവും അഥവാ ജീവിത രീതി എന്ന നിലയിൽ ആൽക്കോളിക്സ് അനോണിമസ് എക്കാലവും നിലനിൽക്കും. Therefore, keeping in mind the high purpose of the General Service Conference as expressed by the chairman last year when he said, "We seek not for compromise, but certainly your committee unanimously recommend that Alcoholics Anonymous does not incorporate." അതുകൊണ്ട് കഴിഞ്ഞ വർഷം ചെയർമാൻ നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഉന്നത ഉദ്ദേശത്തോടെ പറഞ്ഞ വാക്കുകൾ സന്ധിയല്ല വിശ്വാസമാണ് നമുക്ക് വേണ്ടത് എന്നത് ഓർത്തുകൊണ്ട് നിങ്ങളുടെ കമ്മിറ്റി ഏകപക്ഷീയമായി ഞങ്ങൾ നിർദ്ദേശിക്കുന്നു AA കോർപ്പറേഷൻ ആക്കേണ്ടതില്ല. Thus, the final foundation was laid for tradition 10. Alcoholics Anonymous has no opinion, an outside issue. Hence, the AA name ought never be drawn into public controversy. അവസാനം 10ാം പാരമ്പര്യത്തിന്റെ അടിത്തറയായി തീർത്തിരിക്കുന്നു. ആൽക്കോളിക്സ് അനോണിമസ് മറ്റു കാര്യങ്ങളിൽ അഭിപ്രായമില്ല. അതുകൊണ്ട് എയുടെ പേര് പൊതുവിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്.
അടുത്തത് ട്രഡിഷൻ 11. Tradition 11 grew out of a large and strenuous public relations experience. Today it reads as follows: our public relations policy is based on attraction rather than promotion. We need always maintain personal anonymity at the level of press, radio, and films. കഠിനമായ ഒരു പൊതുജന സമ്പർക്ക അനുഭവത്തിലൂടെയാണ് 11ാം പാരമ്പര്യം വളർന്നു വന്നത്. അതിങ്ങനെ വായിക്കാം: നമ്മുടെ പൊതുജന സമ്പർക്ക രീതി ആകർഷിക്കുന്ന തരത്തിലാകണം, പ്രചരിപ്പിക്കുന്ന എന്ന വിധത്തിലാകരുത്. നാം വ്യക്തിപരമായ അനാമധേയത്വം പത്രം, റേഡിയോ, സിനിമ എന്നീ നിലകളിൽ പാലിക്കണം. Without its legions of well-wishers, AI could never have grown as it has. Throughout the world, favorable publicity has been the principal means of bringing alcohols into our fellowship. In AA office, clubs, and homes, telephones rings constantly. One voice says, "I read a piece in the newspaper." Another, "We heard a radio program." And still another, "We saw a moving picture," or "We saw something about AA on television." It is no exaggeration to say that half of AA membership has been led to us through channels like these. AI അതിന്റെ എണ്ണമറ്റ അഭ്യുദയകാംക്ഷികളെ കൂടാതെ ഇത്തരത്തിൽ വളരുമായിരുന്നില്ല. ലോകത്തെമ്പാടും അനുയോജ്യമായ പരസ്യങ്ങളിലൂടെ തന്നെയാണ് എയിലേക്ക് അംഗങ്ങൾ എത്തിച്ചേർന്നത്. ഓഫീസുകളിലും വീടുകളിലും ക്ലബ്ബുകളിലും ടെലിഫോൺ നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഒരു ശബ്ദം ഇങ്ങനെ പറയുന്നു: "ഞാൻ റേഡിയോയിൽ നിങ്ങളുടെ ഒരു പരിപാടി കേട്ടു." മറ്റൊരാൾ പറയുന്നു: "ഞാനൊരു ചലച്ചിത്രം കണ്ടു, അതിൽ AI കണ്ടു." "ഞങ്ങൾ TV-യിൽ AI പറ്റി ഒരു പരിപാടി കണ്ടു." വേറൊരാൾ പറയുന്നു: ഇത്തരം വഴികളിലൂടെയാണ് എയിലെത്തിയവരിൽ പകുതി പേരും വന്നത്. അതിന് അതിശോക്തിയില്ല. The inquiring voice are not all alcoholics in their families. അന്വേഷിച്ചവർ എല്ലാവരും മദ്യാസക്തരോ അവരുടെ കുടുംബാംഗങ്ങളോ ആയിരുന്നില്ല. Doctors read medical papers about AI and call for more information. ഡോക്ടർമാർ AI കുറിച്ചുള്ള മെഡിക്കൽ പേപ്പറുകൾ വായിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ അറിയാനായി AI-യിലേക്ക് വിളിക്കുന്നു. Clergymen see articles in their church journals and also make enquiries. Employees learn that great corporations have set their approval upon us and wish to discover what can be done about alcoholism in their own firms. അപ്പോൾ പുരോഹിതന്മാർ ചർച്ച് ജേർണലുകളിൽ ലേഖനങ്ങൾ വായിക്കുന്നു, അവരും അന്വേഷണങ്ങൾ നടത്തുന്നു. വലിയ സ്ഥാപനങ്ങൾ നമ്മെ അംഗീകരിക്കുന്നതിനായി തൊഴിലുടമകൾ മനസ്സിലാക്കുന്നു. മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിന് എന്ത് ചെയ്യാനാകുമെന്ന് അവർ ആരായുന്നു. അവരുടെ സ്ഥാപനങ്ങളിൽ അതുകൊണ്ട് ഏറ്റവും നല്ല പൊതുജന സമ്പർക്ക പരിപാടി രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുന്നു. Therefore, the responsibility fell upon us to develop the best possible public relations policy for Alcoholics Anonymous. Through many painful experiences, we think we have arrived at what the policy ought to be. It is opposite in many ways to the usual promotional practices. We found that we had to rely upon the principle of attraction rather than promotion. Let's see how these two contrasting ideas, attraction and promotion, work out. A political party wishes to win an election, and so it advertises the virtue of its leadership in order to draw votes. A worthy charity wants to raise money, and so its letterhead shows the name of every distinguished person whose support can be obtained. Much of the political, economic, and religious life of the world is dependent upon publicity leadership. People who symbolized causes and ideas fill a deep human need. We of AA do not question that, but we do have to face the fact that being in the public eye is hazardous, especially for us. By temperament, many of us had been irresponsible for promoters, and the prospects of a society composed largely of promoters was frightening. We knew we had to exercise self-restraint. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ, അന്വേഷണങ്ങൾ വരുമ്പോൾ പൊതുജന സമ്പർക്ക പരിപാടി രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുന്നു. വേദനാജനകമായ അനുഭവങ്ങളിലൂടെ അതെങ്ങനെയായിരിക്കണമെന്ന് നാം കണ്ടെത്തിയതായി കരുതാം. സാധാരണ പ്രചരിക്കുന്ന പരിപാടികളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. പ്രചരിപ്പിക്കുന്ന പരിപാടിക്ക് പകരം ആകർഷിക്കുന്ന പരിപാടിയിലൂടെയാണ് നാം ആശ്രയിക്കേണ്ടതെന്ന് നാം കണ്ടെത്തി. പ്രചരണവും ആകർഷണവും എന്ന വിരുദ്ധ പരിപാടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവരുടെ നേതൃത്വത്തിന്റെ മഹത്വം നിരത്തുന്നു. ഒരു നല്ല ധർമ്മസ്ഥാപനം പണം സ്വരൂപിക്കാനായി
ഒരു പ്രശസ്ത വ്യക്തിയുടെ ചിത്രം വെച്ച് ലെറ്റർ ഹെഡ് അടിക്കുന്നു. മിക്കവാറും മത, രാഷ്ട്രീയ, ധനസ്ഥാപനങ്ങൾ നേതൃത്വത്തിന്റെ പ്രശസ്തിയെ ആശ്രയിക്കുന്നു. ആശയങ്ങളുടെയും കാരണങ്ങളുടെയും പ്രതീകങ്ങളാണ് അവർ. ജനത്തിന്റെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. നാം എക്കാർ അത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പൊതുജനത്തിന്റെ കണ്ണിൽപ്പെടുന്നത് അപകടകരമാണ് എന്ന യഥാർത്ഥത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടതാണ്. പ്രകൃത്യ തന്നെ നമ്മളിൽ പലരും ഉത്തരവാദിത്തമില്ലാത്ത പ്രചാരകരാകാറുണ്ട്. ഇത്തരം പ്രചാരകർ നിറഞ്ഞ സമൂഹത്തിന്റെ ദർശനം ഭയചകിതമായിരുന്നു. നാം പുതിയ അടവുകൾ സ്വയം പരിശീലിക്കേണ്ടതുണ്ട്. The way this restaurant paid off it interesting. ഈ പുതിയ അടവുകൾക്ക് ലഭിച്ച പ്രതിഫലം രസാവഹമാണ്. It has resulted in more favorable publicity for alcohol sermons than could possibly have been obtained through all the arts and abilities of AA's best press agents. Obviously, AA had to be publicized somehow. So we resorted to the idea that would be far better to let our friends do this for us, and they have done it to an amazing extent. Veteran newsmen, trained doubters that they have gone all out to carry AA's message to them. We are something more than the source of good stories. On almost every news friend, men and women on the press have become our friends. In the beginning, they could not understand our refusal of all personal publicity. They were genuinely baffled by our insistence upon anonymity. But soon they got to the point. Here was something rare in the world. A society which set it wished to publicize its principles and its work, but not its individual members. The press was pleased with this attitude, and these friends ever since have reported AA with an enthusiasm which the most ardent members themselves could hardly match. There was actually a time when the press of America thought the anonymity of AA was better for us than some of us, our own members did. At one point, about 100 of our society were breaking anonymity at the public level with perfectly good intent. These folks declared that the principle of anonymity was horse and buggy stuff, something appropriate to AA's pioneering days. They were sure that AA could go faster and further if it availed itself of modern publicity methods. They pointed out included many persons of local, national, or international fame, provided they were willing, and many were. Why shouldn't their membership be publicized, thereby encouraging others to join us? ഈ പുതിയ അടവുകൾക്ക് ലഭിച്ച പ്രതിഫലം രസാവഹമാണ്. ആൽക്കോൾ അനോണിമസിന്റെ ഏറ്റവും മികച്ച മാധ്യമ വിദഗ്ധരുടെ മികച്ച പ്രവർത്തനങ്ങൾ തരുന്നതിലധിക പ്രസിദ്ധി ഇതിന്റെ ഫലമായി ഉണ്ടായി. എഐക്ക് പ്രസിദ്ധി ലഭിക്കേണ്ടതായിട്ടുണ്ട്, അത് വ്യക്തവുമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അത് നിർവഹിക്കട്ടെ എന്ന ആശയത്തിലേക്ക് നാം എത്തി. അതിശയകരമാവിധം അവരത് ചെയ്യുകയും ചെയ്തു. ആചാര്യന്മാരായ വാർത്താ പ്രചാരകരും സംശയാലുവായ വിദഗ്ധരും ചിലരങ്ങനെയാണ് എയുടെ സന്ദേശം പുറത്തറിയിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നാം വെറും കഥകളുടെ ഉറവിടം മാത്രമല്ല, അവർ മറ്റെന്തോ നമ്മളിൽ ദർശിക്കുന്നുണ്ട്. വാർത്താ മാധ്യമ രംഗത്തെ സ്ത്രീ പുരുഷന്മാരായ അവർ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. വ്യക്തിപരമായ പരസ്യങ്ങൾ നിരസിച്ചത് ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ല. അനാമധേയത്വത്തിൽ നാം ശാഠ്യം പിടിച്ചത് അവരിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കി. പെട്ടെന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. ലോകത്ത് അപൂർവമായതെന്തോ ഇവിടെ കാണാം. ഒരു സമൂഹം അതിന്റെ തത്വങ്ങളും പ്രവർത്തന രീതികളും പരസ്യപ്പെടുത്തുന്നു എന്ന് നാം പറയുന്നു, വ്യക്തികളെ രംഗത്തെത്തിക്കുന്നുമില്ല. മാധ്യമങ്ങൾ ഈ സമീപനം ഇഷ്ടപ്പെട്ടു. തീഷ്ണതയുള്ള ഒരു അംഗത്തെക്കാളും അത്യുത്സാഹത്തോടെ നമ്മുടെ സുഹൃത്തുക്കൾ എയെ പറ്റി റിപ്പോർട്ട് ചെയ്തു. ഒരു കാലത്ത് അമേരിക്കയിലെ പത്രമാധ്യമങ്ങൾ അനോണിമിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ അംഗങ്ങൾക്കില്ലാത്ത ജാഗ്രത അവർ തന്നെ സ്വയം പ്രദർശിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ 100ഓളം ആളുകൾ അനാമധേയത്വം ലംഘിച്ചു. നല്ല ഉദ്ദേശത്തോടെ അവർ പ്രഖ്യാപിച്ചു, അനാമധേയത്വം പഴഞ്ച ആശയമാണ്, ആദ്യകാലത്ത് അത് ആവശ്യമായിരുന്നിരിക്കാം. ആധുനിക പരസ്യമാർഗങ്ങൾ സ്വീകരിച്ചാൽ എയെ വേഗത്തിൽ വളരുമെന്ന് അവർ കരുതി. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ പ്രസിദ്ധരായ അംഗങ്ങൾ എയിലുണ്ട്. അവർക്ക് പലരും അങ്ങനെ സമ്മതിച്ചിരുന്നു. അവർക്ക് സമ്മതമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അംഗത്വം പരസ്യപ്പെടുത്തിക്കൊടുക്കാം? അതുവഴി മറ്റുള്ളവരെ നമ്മളോടൊപ്പം ചേരാൻ പ്രോത്സാഹിപ്പിച്ചുകൂടെ? പേജ് നമ്പർ 129 അവസാനിച്ചപ്പോൾ 130 ആദ്യത്തെ പാരഗ്രാഫ്. There were plausible arguments, but happily our friends of the writing profession disagreed with them. Years earlier, our headquarters and have written letters to practically every news outlet in North America, setting forth our public relations policy of attraction rather than promotions, and emphasize personal anonymity as a great protection. Since that time, editors and rewrite men
have repeatedly deleted names and pictures of members from AA copy. Frequently, they have remained ambitious individuals of AA's anonymity policy. They have even sacrificed good stories to the end. The forces of their corporations has helped beyond measures. Only a very few AA members are left who deliberately break anonymity at the public level. ഇപ്പൊ ന്യായമായിട്ടും വാദപ്രതിവാദങ്ങൾ നടന്നു. പക്ഷേ എഴുത്തുകാരായ നമ്മുടെ സുഹൃത്തുക്കൾ സസന്തോഷം വിയോജിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാം നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇടപെട്ട അമേരിക്കയിലെ എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും എഴുതിയിരുന്നു. നമ്മുടെ നയം പ്രചരണമല്ല, ആകർഷിക്കലാണ്. വ്യക്തിപരമായ അനാമധേയത്വം നമ്മുടെ ഏറ്റവും വലിയ കവചമാണ്. അക്കാലം മുതൽ നമ്മുടെ എഡിറ്റർമാരും എഴുത്തുകാരും അംഗങ്ങളുടെ പേരും ചിത്രങ്ങളും നിരന്തരമായി നീക്കം ചെയ്തുകൊണ്ടേയിരുന്നു. പലപ്പോഴും അതിമോഹക്കാരായ നമ്മുടെ അംഗങ്ങളെ നമ്മുടെ അനാമധേയത്വ നയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് പത്രക്കാരാണ്. അതിനായി അവർ പലപ്പോഴും നല്ല കഥകൾ ത്യജിക്കുക പോലും ചെയ്തു. അവരുടെ സഹകരണത്തിന് അളവുകളില്ലാത്ത ശക്തി ലഭിച്ചു. ചുരുക്കം ചില അംഗങ്ങൾ മാത്രമാണ് മനഃപൂർവമായ അനാമധേയത്വ ലംഘനങ്ങൾ നടത്തിയത്. An old story revealing several aspects of a public relations problem comes to mind. One of our pioneering member conceived the idea of starting of a group in his city by radio. The local station with a radius of about 100 miles offered to help. So our promoter friend constructed a series of 12 lectures on Alcoholics Anonymous. There were a strange mixture of AA and his own religious ideas. He soon put them on the air with all the vigor of a Chaudhya orator. Contrary to our expectations, he got a modest result. Inquiries came in and we started a group. Now flushed with success, he was smitten with a wonderful vision. He wrote to headquarters telling how a prominent life insurance company would sponsor him on a national network to deliver these 12 lectures. He was going to appear under his own name as an AA member. For doing such a great work, of course, he was to receive a generous fee. We remonstrated, but it was no use. We advised him that the trustees felt his message inappropriate for national consumption. So he wrote a hot letter to his effect to hell with the trustee. The world is waiting for my message. I have got the right of free speech, and I am going on the air whether you like it or not. This ultimatum was an alarming poser. It looked like a promotion, professionalism and anonymity breaking all into one package. If this sort of venture proved successful from the promoter's point of view, every admin and salesman in Alcoholic Anonymous would soon be selling AS wares willy-nilly. We would lose all control of our public relations. ഒരു പഴയ കഥ നമ്മുടെ പൊതുജന സമ്പർക്ക പരിപാടിയിലെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തും. നമ്മുടെ ഒരു ആദ്യകാല അംഗത്തിന് ഒരു ആശയം തോന്നി. റേഡിയോ വഴി ഒരു ഗ്രൂപ്പ് ആരംഭിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം പ്രാദേശിക സ്റ്റേഷൻ 100 മൈൽ ചുറ്റളവിൽ സഹായം വാഗ്ദാനം ചെയ്തു. നമ്മുടെ സുഹൃത്ത് ആൽക്കോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള 12 പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര രൂപപ്പെടുത്തി. അതാകട്ടെ അദ്ദേഹത്തിന്റെ ചില മതപരമായ കാഴ്ചപ്പാടുകൾ കൂട്ടിച്ചേർത്ത ഒരു മിശ്രിതമായിരുന്നു. അദ്ദേഹം ഒരു മൈതാന പ്രസംഗം പോലെ പ്രക്ഷേപണം ചെയ്തു. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി മിതമായ ഫലമേ ഉളവാക്കിയുള്ളൂ. അന്വേഷണങ്ങൾ വന്നു. അദ്ദേഹം ഒരു ഗ്രൂപ്പ് തുടങ്ങി. വിജയത്തിൽ മതിമറന്ന അദ്ദേഹത്തിന് വിസ്മയകരമായ വെളിപ്പാടുണ്ടായി. അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എഴുതി. ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനി അദ്ദേഹത്തിന്റെ 12 പ്രഭാഷണങ്ങൾ ദേശീയ വാർത്താ ശൃംഖലയിൽ പ്രക്ഷേപണം ചെയ്യാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരും അംഗത്വവും വെളിപ്പെടുത്തുന്ന ബൃഹത്തായ സംരംഭത്തിന് നല്ല പ്രതിഫലവും അദ്ദേഹത്തിന് ലഭിക്കും. ഞങ്ങൾ എതിർപ്പ് അറിയിച്ചു. ഫലമുണ്ടായില്ല. ദേശീയ തലത്തിൽ ഇത് അനുയോജ്യമായി ട്രസ്റ്റിമാർക്ക് തോന്നുന്നില്ലെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം ഒരു ചുട്ട മറുപടി നൽകി. ട്രസ്റ്റിമാർ തുലയട്ടെ. ലോകം എൻ്റെ സന്ദേശം കേൾക്കാൻ കാത്തിരിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ സംസാരിക്കും. ഈ അന്ത്യശാസനം ഒരു ദുസൂചനയായിരുന്നു. പ്രചരണവും വ്യവസായവൽക്കരണവും അനാമധേയത്വ ലംഘനവും ഒരുമിച്ച് വന്നു. പ്രചാരകന്റെ കാഴ്ചപ്പാടിൽ if this is sort of venture proved successful from the promoter's point of view, every admin and sales in Alcoholics Anonymous would soon be selling AS where willy-nilly we would lose public relations. അപ്പോൾ പ്രചാരകന്റെ കാഴ്ചപ്പാടിൽ പദ്ധതി വിജയം എന്ന് കണ്ടാൽ ഓരോ ആളുകളും ആൽക്കോളിക്സ് അനോണിമസിന് വിൽപ്പനക്കാരായും മാറും. അവർ ആഗ്രഹിക്കുന്ന പക്ഷം ഒരു വിൽപ്പന ചരക്കായി മാറും. നമ്മുടെ പൊതുജന സമ്പർക്കത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. So, headquarters took this tack. We assured our well-meaning friend that we would certainly uphold
his right of free speech, but we added that he ought to uphold ours too. We assured him that if the circumstances and asked them to write strong letters to the sponsoring life insurance company, letters of a kind the sponsor might not like to receive. The broadcast never went on the air. As a result of this incident, AS trustees were empowered to conduct our overall public relations, and the principle of attractions rather than promotions became established as the key to our relations. അപ്പോ the letters can promotion became established in the key of the relations. Relation with the world about us. It is no accident that the original norm form draft of tradition 11 carries the statement that it's a better to let our friends recommend us. This is in brief is the process by which AS tradition 11 was developed to us to represent more than a sound public relations policy. It is more than a denial of self-seeking. Tradition 11 is certainly a constant reminder that personal ambition has no place in AA, but it also implies that each member ought to become an active guardian of our fellowship in its relations with the general public. As we have seen, anonymity is the protective mantle that covers the whole society, but it is more than protection. It has another dimension, a spiritual significance. അപ്പോൾ പ്രചാരകന്റെ കാഴ്ചപ്പാടിൽ ഈ പദ്ധതി വിജയമെന്ന് കണ്ടാൽ ഓരോ ആളുകളും ആൽക്കോളിസമിലെ വിൽപ്പനക്കാരായി മാറും. അവർ ആഗ്രഹിക്കുന്ന പക്ഷം ഒരു വിൽപ്പന ചരക്കായി മാറും. നമ്മുടെ പൊതുജന സമ്പർക്കത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകും. അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എടുത്ത നയം ഇതാണ്: നന്നായി അറിയുന്ന നമ്മുടെ സുഹൃത്തിന് സംസാരിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ മാനിക്കുന്നു, അതുപോലെ ഞങ്ങളുടെ അവകാശങ്ങളെ അദ്ദേഹവും മാനിക്കണം. ഈ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ ഞങ്ങൾ ഗ്രൂപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ സ്പോൺസർക്ക് അവർ കിട്ടാൻ ആഗ്രഹിക്കാത്ത കത്തുകൾ നൽകാൻ പ്രക്ഷേപണം നടന്നില്ല. പ്രചരണത്തെക്കാൾ ആകർഷണം എന്ന തത്വം പൊതുജന സമ്പർക്ക പരിപാടികളിൽ നടത്തിലാക്കാനും സാർവത്രികമാക്കാനും ട്രസ്റ്റിമാർക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മള് ട്രസ്റ്റിമാരെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ സ്പോൺസർക്ക് കത്തുകൾ നൽകി, അതുകൊണ്ട് തന്നെ പ്രക്ഷേപണം നടന്നില്ല. അപ്പൊ പ്രചരണത്തെക്കാൾ ആകർഷണം എന്ന തത്വം പൊതുജന സമ്പർക്ക പരിപാടികൾ നടത്തിലാക്കാനും സാർവത്രികമാക്കാനും ട്രസ്റ്റിമാർക്ക് കഴിഞ്ഞു. ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ താക്കോൽ ഇതാണ്. 11ാം പാരമ്പര്യത്തിന്റെ ദീർഘരൂപത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ ശുപാർശ ചെയ്യട്ടെ എന്ന് പറഞ്ഞത് യാദൃശ്ചികമല്ല. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് 11ാം പാരമ്പര്യം രൂപപ്പെട്ടത്. നമുക്കിത് അർത്ഥവത്തായ ഒരു പൊതുജന സമ്പർക്ക നയമാണ്. സ്വാർത്ഥ താല്പര്യതയുടെ നിഷേധാത്മകതയാണ്. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങളുമായിട്ട് നമ്മുടെ ബന്ധത്തെ കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ്. ഓരോ അംഗങ്ങളും അനാമധേയത്വം നമ്മുടെ സമൂഹത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂടുപടമാണ്. ഇതൊരു സംരക്ഷണത്തിനപ്പുറമാണ്. ആത്മീയമായ ഒരു തണലുണ്ട് ഇതിന്. ഇത് നമ്മളെ 12ാം പാരമ്പര്യത്തിലേക്ക് നയിക്കുന്നു. അനാമധേയത്വം ആത്മീയ അടിത്തറയാണ്. പാരമ്പര്യങ്ങൾ നമ്മെ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ ഓർമ്മിപ്പിക്കുന്നു. And this is tradition 12, which is anonymity is the spiritual foundation of all our traditions. They were reminding us to place principle before personalities. അപ്പോൾ 12ാം പാരമ്പര്യം എന്താണ്? വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണമെന്ന് അല്ലെങ്കിൽ പ്രാധാന്യം നൽകാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇൻ മൈ ബിലീഫ് ദ എൻറ്റയർ ഫ്യൂച്ചർ ഓഫ് അവർ ഫെലോഷിപ്പ്, ഈ നിർണായക തത്വത്തിലാണ് കൂട്ടായ്മയുടെ ഭാവി നിലകൊള്ളുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ മൈ ബിലീഫ് ദ എൻറ്റയർ ഫ്യൂച്ചർ ഓഫ് അവർ ഫെലോഷിപ്പ് ഹാങ്സ് upon this vital principle. If we continue to be filled with the spirit and practice of anonymity, no shoal or reef can wreck us. If we forgot this principle, the lid to Pandora's box will be off, and the spirit of money, power, and prestige will be loose among us. Obsessed by this evil genie, we might well founder and break up. I devotedly believe this will never happen. No AA principles merits more study and applications than this one. I am positive that AA's anonymity is the key to long-time survival.
അപ്പോൾ ഈ നിർണായക തത്വത്തിലാണ് കൂട്ടായ്മയുടെ ഭാവി നിലകൊള്ളുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനാമധേയത്തിന്റെ അന്തസ്സത്തയിൽ നിന്ന് നാം മുമ്പോട്ട് പോയാൽ ഒരു മണൽത്തിട്ടയ്ക്കോ പാറക്കൂട്ടത്തിനോ നമ്മെ തകർക്കാനാവില്ല. ഈ തത്വം നാം മറന്നാൽ ചെപ്പ് തുറന്ന് ഭൂതം പുറത്തു ചാടും, പണവും അധികാരവും പ്രതാപവും പുറത്തു ചാടും. ഈ തെന്മയുടെ ജീനുകൾ ആവഹിക്കപ്പെടും, നാം നിലം പതിക്കും, തകരും. ഇത് സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തത്വത്തിന്റെ പഠനവും പ്രയോഗവും മനസ്സിലാക്കുന്നതിൽ അധികമായി മനസ്സിലാക്കാൻ മറ്റൊന്നുമില്ല. The spiritual substance of anonymity is sacrifice. Because AI's 12 traditions repeatedly ask us to give up personal desires for the common good, we realize that the sacrifice spirit, symbolized by anonymity, is the foundation of all the traditions. It is AI's proved willingness to make this sacrifice that gives people high confidence in our future. But in the beginning, anonymity was not born of confidence. It was the child of our early fears. Our first nameless groups of alcoholics were secret societies. Now prospects could find us only through a few trusted friends. The bare hint of publicity, even when it was not for ourselves but for our works, shocked us. Although we were no longer drinking, we still thought we had to hide them from public distrust and contempt. When the Big Book appeared in 1913, we called it Alcoholics Anonymous. Its original foreword made this revealing statement: "It is important that we remain anonymous because we are too few at present to handle the overwhelming number of personal appeals which may result from these publications. Being mostly business or professional folks, we could not well carry on our occupations in such an event. Between these lines, it is easy to read our fear that large numbers of incoming people might break our anonymity wide open." ഇപ്പൊ എനിക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ഏഴ് ദീർഘകാല അതിജീവനത്തിന്റെ താക്കോൽ അനാമധേയത്വം തന്നെയായിരിക്കും. അനോണിമിറ്റിയുടെ ആത്മീയവശം ത്യാഗമാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾ പൊതുനന്മയ്ക്കായി ഉപേക്ഷിക്കുവാൻ AAPയുടെ പാരമ്പര്യങ്ങൾ നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഈ പാരമ്പര്യങ്ങളുടെ എല്ലാ അടിസ്ഥാനം അനാമധേയത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ത്യാഗത്തിന്റെ പ്രതീകമായ AA വഴി തെളിയിച്ച ത്യാഗത്തിന്റെ ഈ സന്മനസ് ഭാവിയിൽ ആളുകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പക്ഷെ ആദ്യകാലത്ത് ആത്മവിശ്വാസത്തിന്റെ വഴിയായിരുന്നില്ല അത്. ഭയത്തിന്റെ സന്തതിയായിരുന്നു അനോണിമിറ്റി. പേരില്ലാത്ത ഗ്രൂപ്പിലെ അംഗങ്ങൾ തികച്ചും അജ്ഞാതരായിരുന്നു. ചുരുക്കം ചില സുഹൃത്തുക്കളിലൂടെ മാത്രമേ പുതിയ ആളുകൾക്ക് ഞങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആകുമായിരുന്നുള്ളൂ. പരസ്യത്തിന്റെ സൂചന പോലും അത് നമ്മുടെ പ്രവർത്തിക്കാമായിരുന്നുവെങ്കിലും നമ്മെ ഭയപ്പെടുത്തി. നാം ഇപ്പോൾ കുടിക്കുന്നില്ലെങ്കിലും പരസ്യമായ ആക്ഷേപത്തിൽ നിന്നും അവജ്ഞതയിൽ നിന്നും മറഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ കരുതി. 1939 ബിഗ് ബുക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാം അതിനെ ആൽക്കോളിക്സ് അനോണിമസ് എന്ന് വിളിച്ചു. അതിന്റെ ആമുഖത്തിൽ ഇതിനൊരു പ്രസ്താവന നടത്തി: "ഞങ്ങൾ അജ്ഞാതരായിരിക്കേണ്ടത് പ്രധാനമാണ്. കാരണം ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടെ വർദ്ധിച്ച വ്യക്തിപരമായ അന്വേഷണങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ്. ഞങ്ങൾ അതിലധികവും തൊഴിൽ ചെയ്യുന്നവരോട് ബിസിനസ്സുകാരോ ആണ്. ഞങ്ങൾക്ക് അവ തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടും. കടന്നുവരുന്ന അംഗങ്ങൾ ഞങ്ങളുടെ അനാമധേയത്വം തകർക്കും എന്ന പേടി ഞങ്ങൾക്കുണ്ടെന്നത് വ്യക്തമാണ്." As the AA groups multiplied, so did anonymity problems. Excited over the spectacular recovery of a brother alcoholic, we would sometimes discuss intimate and harrowing aspect of his case that had been meant for this sponsor's year alone. The aggrieved victim would then rightly declare that his trust had been broken. When reports of such cases got into circulations outside of AA, the resulting loss of confidence in our anonymity promise was severe. It sometimes turned people from us. Clearly, each AA member's name and his story too had to be kept confidential if he wished it to be. This was our first lesson in the practical applications of anonymity. On the other hand, however, which characteristically alcoholic in temperance, some of our newcomers cared not at all for personal anonymity. They wanted to shout about AA from the housetops and did. Alcoholics barely dry in AA rushed about a bright-eyed, button-holing anyone who would listen to their stories. Others hurried to place themselves before microphones and cameras. Sometimes they got drunk and let their groups down with a bang. They had changed from AA members into AA show-offs. This phenomenon of contracts on the anonymity issue really set us thinking squarely before us the question: how anonymous should an AA members be? Our growth
made it plain that we could not be a secret society, but it was equally plain that we could not be a vaudeville circuit either. The charting of a safe path between these extremes took a long time. ഗ്രൂപ്പുകൾ പെരുകിയപ്പോൾ അനാമധേയത പ്രശ്നങ്ങളും ധാരാളമുണ്ടായി. ഒരു സഹോദര മദ്യാസക്തന്റെ സുഖം പ്രാപിക്കൽ ജിജ്ഞാസ പൂണ്ട ഞങ്ങൾ അത് അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. പക്ഷെ അതൊരു സ്പോൺസറോട് മാത്രമേ പറയാൻ പാടുണ്ടായിരുന്നുള്ളൂ. മുറിവേറ്റവർ വിശ്വാസം നഷ്ടപ്പെട്ടതായി പ്രഖ്യാപിക്കും. ഇത്തരം കഥകൾ എയ്ക്ക് പുറത്ത് പ്രചരിച്ചപ്പോൾ നമ്മുടെ അനാമധേയത്തിന്റെ വിശ്വാസത്തേക്ക് ചില കോട്ടങ്ങൾ തട്ടി. അത് ചിലപ്പോഴൊക്കെ ആളുകളെ നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ പേരും കഥയും രഹസ്യമാക്കി വെക്കേണ്ടതാണ്. അനോണിമിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രാഥമിക പാഠം ഇതായിരുന്നു. പക്ഷേ മറുവശത്ത് ആവേശഭരിതരായ പുതിയ അംഗങ്ങൾ ഇത്തരം വ്യക്തിപരമായ അനോണിമിറ്റിക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല. അവരാകട്ടെ പുറപ്പുറത്ത് കയറി വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. അങ്ങനെ ചെയ്യുകയും ചെയ്തു. എയിൽ സുബോധത്തിലെത്തി തുടങ്ങിയവർ കേൾവിക്കാരെ പിടിച്ചു നിർത്തി തിളങ്ങുന്ന കണ്ണുകളുമായി അവരുടെ കഥ പറയാൻ തുടങ്ങി. മറ്റു ചിലരാകട്ടെ ക്യാമറകൾക്ക് മൈക്കിന് മുന്നിലേക്ക് പോയി. ചിലപ്പോഴൊക്കെ അവർ കുടിച്ചു. അവരുടെ ഗ്രൂപ്പുകൾ തകരുകയും ചെയ്തു. അവർ അംഗങ്ങൾ എന്നതിലുപരി പ്രകടനക്കാരായിരുന്നു. അനാമധേയത്വ പ്രശ്നം എന്ന പ്രതിഭാസം ഞങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമുയർന്നു: നമുക്ക് എത്രമാത്രം അനാമധേയത്വമാകാം? നമ്മുടെ വളർച്ച ഒരു കാര്യം വ്യക്തമാക്കുന്നു: നമുക്കൊരു രഹസ്യ സമൂഹമായിരിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നാം അപഹാസ്യരാകുകയും അരുത്. ഈ രണ്ട് പാരമ്യങ്ങൾക്കിടയിൽ സുരക്ഷിതമായ ഒരു മാർഗം കണ്ടെത്താൻ നാം സമയമെടുത്തു. As a rule, the average newcomer wanted his family to know immediately what he was trying to do. സ്വാഭാവികമായി ഏതൊരു പുതുമക്കാരനും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തന്റെ കുടുംബത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. He also wanted to tell others who had tried to help him, his doctor, his minister, and close friends. അതുപോലെ തന്നെ തന്നെ സഹായിച്ച സുഹൃത്തുക്കളോടും ഡോക്ടറോടും മറ്റും ഈ കാര്യം പറയാൻ അയാൾ ആഗ്രഹിക്കുന്നു. As he gained confidence, he felt it right to explain his new way of life to his employer and business associate. ആത്മവിശ്വാസം വീണ്ടെടുക്കുമ്പോൾ തന്റെ തൊഴിലുടമയോടും ബിസിനസ് പങ്കാളിയോടും ഈ കാര്യം പറയാൻ ശ്രമിച്ചു. When opportunities to be helpful came along, he found he could talk easily about AA to almost anyone. This quiet disclosure helped him to lose his fear of the alcoholic stigma and to spread the news of AA's existence in his community. Many new men and women came to AA as a result of such conversations, though not within the strict letter of anonymity. These communications were well within its spirit. But it became apparent that the word of mouth method of letting people know what AA has limited. Our works as such needed to be publicized. AA groups want quickly to reach as many despairing alcoholics as they could. Consequently, many AA groups began to hold meetings which were open to interested friends and to the public, so that the average citizen could see for himself just as that AA was all about. The response to the meetings was warmly sympathetic. Soon groups began to receive requests for AA speakers to appear before civic organizations, church groups, and medical societies. Provided reporters present were cautioned against the use of full names or pictures, the result was fine. അപ്പോൾ ബിസിനസ് പങ്കാളിയോട് ഇക്കാര്യം പറയാൻ ശ്രമിക്കും. അവസരങ്ങൾ അനുയോജ്യമാകുമ്പോൾ കുറിച്ച് ആരോടും പറയാൻ കഴിയും എന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട ഭയപ്പാടുകൾ അകലുവാനും തന്റെ സമൂഹത്തിൽ കുറിച്ച് പറയാൻ അയാളെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം സംഭാഷണങ്ങളെ തുടർന്ന് എയിൽ പലപ്പോഴും സ്ത്രീ പുരുഷന്മാരെത്തുന്നത്. അനാമധേയത്വത്തിന്റെ കാര്യത്തിൽ കടുംപിടുത്തമില്ലെങ്കിലും ഇത്തരം സമ്പർക്കങ്ങൾ ചൈതന്യവത്താണ്. മുഖാതവിലുള്ള അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് ഇത്തരം സമ്പർക്കങ്ങൾ പരിമിതമാണെന്ന കാര്യം വ്യക്തമാണ്. അതായത് മറ്റൊരാളോട് പറയുന്ന രീതിയിൽ ഇത് പ്രചരിക്കുകയാണെങ്കിൽ വളരെ സാവധാനമേ ഇത് കാര്യം നടക്കുകയുള്ളൂ. നമ്മുടെ പ്രവർത്തികൾ പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. ഗ്രൂപ്പുകൾ എത്രയും വേഗം നിരാശരായ മദ്യാസക്തരിൽ സന്ദേശം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. തൽഫലമായ ഗ്രൂപ്പുകൾ സുഹൃത്തുക്കളെയും തൽപരരെയും ഉൾപ്പെടുത്തി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഒരു സാധാരണ പൗരൻ എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ഇത്തരം മീറ്റിങ്ങുകൾക്ക് സഹതാപമാർന്ന പ്രതികരണങ്ങൾ ഉണ്ടായി. പെട്ടെന്ന് തന്നെ പൗരസംഘടനകളിൽ നിന്നും പള്ളികളിൽ നിന്നും വൈദ്യരംഗത്തു നിന്നുള്ളതും പ്രഭാഷകരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വന്നു തുടങ്ങി. സന്നിഹിതരായിരുന്ന റിപ്പോർട്ടർമാരോട് മുഴുവൻ പേരുകളും ചിത്രങ്ങളും ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നത് കൊണ്ട് ഫലം നല്ലതായിരുന്നു.
Then came our first few excursions into major publicity, and these were breathtaking. Cleveland's plate dealer article about us ran that town's membership from a few dozens into hundreds overnight. The news stories of Mr. Rockefeller's dinner for Alcoholics Anonymous helped double our total membership in a year's time. Jack Alexander's famous Saturday Evening Post piece made a national institution. Such tributes as this brought opportunity for still more recognition. Other newspapers and magazines wanted AA stories. Film companies wanted to photograph us. Radio and finally television companies beside us requests for cooperation. What should we do? സന്നിഹിതരായിരുന്ന റിപ്പോർട്ടർമാരോട് മുഴുവൻ പേരുകളും ചിത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതുകൊണ്ട് ഫലം നല്ലതായിരുന്നു. ഇത്തരം ചില കൗതുക യാത്രകൾ അത്ഭുതകരമായ പരസ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ക്ലീവ്ലാൻഡ് പ്ലെയിൻ ഡീലർ എന്ന പത്രത്തിൽ വന്ന ലേഖനങ്ങൾ ആ നാട്ടത്തിലെ അംഗസംഖ്യ ഒറ്റ രാത്രി കൊണ്ട് ഡസൻ കണക്കിൽ നിന്ന് 100 കണക്കിനാക്കി. മിസ്റ്റർ റോക്ക്ഫെല്ലറുടെ വിരുന്നുമായി ബന്ധപ്പെട്ട കഥകൾ ഒരു വർഷം കൊണ്ട് നമ്മുടെ അംഗസംഖ്യ ഇരട്ടിയാകാൻ സഹായിച്ചു. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിലെ ജാക്ക് അലക്സാണ്ടർ ലേഖനം ഒരു ദേശീയ പ്രസ്ഥാനമാക്കി ഉയർത്തി. ഇത്തരം ഉപകരണങ്ങൾ കൂടുതൽ സ്വീകാര്യമാക്കി. മറ്റു പത്രങ്ങളും മാസികകളും കൂടുതൽ കഥകൾ ആവശ്യപ്പെട്ടു. ഫിലിം കമ്പനികൾ ചിത്രങ്ങൾ എടുക്കാൻ താല്പര്യപ്പെട്ടു. റേഡിയോയും അവസാനം ടെലിവിഷനും താല്പര്യത്തോടെ നമ്മെ സമീപിച്ചു. നാം എന്തു ചെയ്യും? ഇത്തരം പൊതുജന താല്പര്യത്തിന്റെ വിലയിരുത്തത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഒന്നുകിൽ ഇത് വലിയ ഗുണം ചെയ്യും, അല്ലെങ്കിൽ ദോഷം ചെയ്യും. എല്ലാം വിനിമയ മാർഗത്തെ ആശ്രയിച്ചിരിക്കും. സ്വയം നിയോഗിക്കപ്പെട്ട വിമോചകരെ നിർത്തി പരസ്യം നൽകാൻ കഴിയില്ല. നമുക്കാവില്ല. നമ്മുടെ ഉത്ബോധന സ്വഭാവം ഗുണം ചെയ്യില്ല. അത്തരമൊരാൾ കുടിച്ചുപോയാൽ പരിഹരിക്കാനാവാത്ത പ്രശ്നമായി തീരുമത്. അതുപോലെ തന്നെ ആരെങ്കിലും എയുടെ പേര് സ്വന്തം കാര്യലാഭത്തിനായി ഉപയോഗിച്ചാലും ഇത് തന്നെയാണ് ഫലം. ഇത്തരണത്തിൽ പ്രസ്, റേഡിയോ, ഫിലിം, ടെലിവിഷൻ അനാമധേയത്വം 100% അതായിരുന്നു ഞങ്ങളുടെ ഉത്തരം. ഇവിടെയാണ് തത്വങ്ങൾ ഒഴിവുകഴിവുകളില്ലാത്ത വ്യക്തികളെക്കാൾ മുൻപോട്ട് വരേണ്ടത്. As this tidal offering of top public approval swept in, we realized that it could do incalculable good or great harm. Everything would depend upon how it was channeled. We simply could not afford to take the chance of letting self-appointed members present themselves as messiahs representing saviors before the whole public. The promoter instinct in us might be our undoing. If even one such person publicly got drunk or was lured into using AS name for his own purpose, the damage might be irreparable. At this altitude, press, radio, film and television's anonymity, 100% anonymity, was the only possible answers. Here, principle would have to come before personalities without assumptions. This experience taught us the anonymity is real humility at work. It is all-pervading spiritual quality which today keynotes AA life everywhere. Moved by the spirit of anonymity, we try to give up our natural desires for personal distinctions as AA members, both among fellow alcoholics and before the general public. As we lay aside these very human aspirations, we believe that each of us takes part in the waving of a protective mantle which covers our whole society and under which we may grow up and work in unity. ഈ അനുഭവങ്ങൾ അനാമധേയത്വം യഥാർത്ഥ വിനയമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ജീവിതങ്ങൾ എവിടെയും പടർന്നു പിടിക്കുന്ന ഈ ആത്മീയ ഗുണം ഇന്ന് എയുടെ സാരാംശമാണ്. അനാമധേയത്വത്തിന്റെ ഈ ആത്മീയ സത്തയിൽ നാം നമുക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലുമുള്ള നമ്മുടെ സ്ഥാനത്തെ നാം തമസ്കരിക്കുന്നു. ഇത്തരം മാനുഷിക പ്രചോദനങ്ങൾക്കിടയിലും നാം ഓരോരുത്തരും അനാമധേയത്വത്തിന്റെ ഒരു മൂടുപടം നെയ്ത് അതിനുള്ളിൽ നാം സമൂഹത്തിൽ ഐക്യത്തിൽ വർത്തിക്കുന്നു. അനാമധേയത്വത്തിൽ അധിഷ്ഠിതമായ വിനയമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എക്കാലത്തിന്റെ രക്ഷാകവചമെന്ന കാര്യം സുനിശ്ചിതമാണ്. We are sure that humility aspired by anonymity is the greatest safeguard the Alcoholics Anonymous can ever have. In recent years, our awareness of the deep significance of anonymity has grown in a most heartening and a wonderful way. At one time, many numbers of AAs were breaking anonymity, and I was one of them. Today, these numbers are reduced to a mere handful, despite our alcoholic earnings over wine glory. This is the tremendous guarantee of even finer things to come. The kind of sacrifice that we shall always need to make is beautifully illustrated by a talk I recently had with a certain Texas lady.
Her temptation was extreme because she was in show business and has great national popularity as an entertainer. This is what she told me. I sing in the best barrooms only, and I have been doing it for 15 years. Within a year after joining AA, I lost about 10 pounds. The bag came out from under my eyes, and I began to look like a human being. My manager couldn't figure it out, but at last I told him what had happened to me. At once he said, "But aren't you? And I am going to tell the public about this. Why? Uh, This would make terrific publicity, both for AI and you too." Well, I said, temporarily I know that it would. Other people have proved that, but please not for me. Alcohol Anonymous has a principle called anonymity. No public big shots allowed. We know that AA can't be run like show business, no matter what the short term benefit may be. AA saved my life and my career. Therefore, the future welfare of Alcoholics Anonymous is more important to me than any publicity that I could get as an AA member. Then, a little wistfully, she added, "You know, Bill, I often see drunks in my audience and wonder how I can help them. If only I could tell them from the stage that I am an AI, but what would only be temporary, wouldn't it? In the long run, we had all be ruined if everybody did it." I looked at the lady from Texas and we was glad, very glad. കഴിഞ്ഞ വർഷങ്ങളിൽ അനാമധേയത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ വളർന്നിരിക്കുന്നു. അത്ഭുതാവഹവും ആശാവഹവുമായ വിധത്തിൽ ഒരു കാലത്ത് ധാരാളം ആളുകൾ അനാമധേയത്വം ലംഘിച്ചിരുന്നു. ഞാനും അവരിൽ ഒരാളായിരുന്നു. മദ്യാസക്തന്റെ പൊങ്ങച്ചത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് അവരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നത് മാത്രം. നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്ന എണ്ണത്തിന്റെ ഉത്തമ ഗ്യാരണ്ടിയാണ്. നാം എപ്പോഴും ചെയ്യേണ്ട ത്യാഗത്തിന്റെ ഒരു ഉത്തമ കഥയാണ് ഒരു ടെക്സാസ് സ്ത്രീയുമായുള്ള ഞങ്ങളുടെ സംസാരത്തിൽ കടന്നു വന്നത്. അവരുടെ പ്രലോഭനം വലുതായിരുന്നു. കാരണം അവൾ പറഞ്ഞത് ഇതാണ്: "ഞാൻ ഏറ്റവും നല്ല ബാറുകളിലെ പാടാറുള്ളൂ. കഴിഞ്ഞ 15 വർഷമായി ഞാനത് ചെയ്യുന്നുണ്ട്. എയിൽ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാരം 10 പൗണ്ട് കുറഞ്ഞു. ഞാനൊരു മനുഷ്യ സ്ത്രീയെ പോലെ കാണപ്പെട്ടു." എൻ്റെ മാനേജർക്ക് ഒന്നും മനസ്സിലായില്ല. അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, "നമുക്കിത് പരസ്യമാക്കണം. എഐക്കും നിങ്ങൾക്കും നല്ല പ്രചാരം ലഭിക്കും." "കൊള്ളാം," ഞാൻ പറഞ്ഞു. "എനിക്കറിയാം, തൽക്കാലത്തേക്ക് അത് നമുക്ക് ലഭിച്ചേക്കാം. മറ്റ് പലരും അത് തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ഭയമായി. എനിക്കത് വേണ്ട." ആൽക്കോളിക്സ് അനോണിമസിന് ഒരു തത്വമുണ്ട്: അനാമധേയത്വം എന്ന പേരിൽ എയിൽ അധികായന്മാരില്ല. താൽക്കാലിക ലാഭം എന്തുതന്നെയായാലും എയിൽ പ്രദർശനം പോലുള്ള പരിപാടികളില്ല. എൻ്റെ ജീവിതവും തൊഴിലും കാത്തു രക്ഷിച്ചതാണ്. എയിൽ എനിക്ക് ലഭിക്കാവുന്ന പ്രശസ്തിയേക്കാൾ പ്രധാനമാണ് എയുടെ ഭാവി നന്മ. വീണ്ടും ഉത്സാഹത്തോടെ അവൾ കൂട്ടിച്ചേർത്തു, "നോക്കൂ ബിൽ, എൻ്റെ ശ്രോതാക്കൾക്കിടയിൽ കുടിച്ചിലക്ക് കെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അവരെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് ഞാൻ എയിലാണ് എന്ന് വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു താൽക്കാലിക സംഗതിയാവില്ലേ? എല്ലാവരും ഇങ്ങനെ ചെയ്താൽ നശിപ്പിക്കുക തന്നെ ചെയ്യും." ടെക്സാസിൽ നിന്നുള്ള ആ സ്ത്രീയെ ഞാൻ നോക്കി. സന്തോഷം തോന്നി, വളരെയധികം സന്തോഷം. Because I myself have always had strong tendencies toward the pursuit of prestige, wealth, and power. All of our traditions have borne down upon me with a great force. You will remember that episode back in our living room in Clinton Street. That was the time when my group told me I could never become an AA professional. With nearly every tradition, which the same thing has happened. At first, I obeyed because I had to. I would have lost my standing in AA if I had not. After a while, I began to obey because I saw that the traditions were wise and right. While I confirmed because it was right to do so, I still resisted inwardly. This was particularly true of anonymity. Today, I hope I have come to a time in my AA life when I can obey because I really want to obey. Because I really want the traditions for myself as well as for AAs as a whole. Therefore, each of our 12 traditions is really an expression of the deflation that each of us has to take, of the sacrifice that we shall all have to make in order to live and work together. Dr. Bob was essentially a far more humble person than I. In some ways, he was a sort of spiritual, natural, and this anonymity business he came rather easily to him. He could not understand why some people should want so much publicity. In the years before he died, his personal example respecting anonymity did much to help me keep my own lid on. I think of one affecting insistence in particular, one that every AA ought to know.
When it was sure that Dr. Bob was morality affected, some of his friends suggested that there should be a suitable monument of a mausoleum erected in honor of him and his wife Annie, something befitting a founder and his lady. Of course, this was a very natural and moving tribute. The committee went so far as to show him a sketch of the proposed edifice. Telling me about this, Dr. Bob grinned broadly and said, God bless them. They mean well, but for heaven's sake, Bill, let's you and I get buried just like other folks. A year after his passing, I visited the Akron Cemetery where Dr. Bob and Annie lie. The symbol stone says, not a word about Alcoholics Anonymous. Some people may think that this wonderful couple carried personal anonymity too far when they so fairly refused to ask the word Alcoholics Anonymous, even on their own burial stone. For one, I do not think so. I think that this moving and final example of self-effacement will prove to for permanent worth of AA than any amount of public attention or any great monument. കാരണം എനിക്ക് തന്നെ പണത്തിനും പ്രതാപത്തിനും അധികാരത്തിനുമായി വലിയ വാഞ്ചനയുണ്ടായിരുന്നു. എയുടെ പാരമ്പര്യത്തിൽ എന്നെ വർദ്ധിച്ച ശക്തിയോടെ താഴേക്ക് അത് വലിച്ചു താഴ്ത്തി. ക്ലിന്റൺ സ്ട്രീറ്റിൽ എൻ്റെ ലിവിംഗ് റൂമിൽ വെച്ചുണ്ടായ സംഭവം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. അതാണ് എൻ്റെ ഗ്രൂപ്പ് എന്നോട് എനിക്കൊരു പ്രൊഫഷണൽ ആകാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. എല്ലാ പാരമ്പര്യങ്ങളിലും അത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യം തന്നെ ഞാൻ അനുസരിച്ചു, കാരണം അങ്ങനെ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം എയിൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു. പിന്നീട് പാരമ്പര്യങ്ങൾ ശരിയായ മാർഗമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അനുസരിച്ചു. അത് ശരിയായതുകൊണ്ട് ഞാൻ അതിനോട് യോജിച്ചു. അപ്പോഴും ഉള്ളിൽ ഞാൻ ചില പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചു. അനോണിമിറ്റിയുടെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ച് ശരിയായിരുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുസരിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പാരമ്പര്യങ്ങൾ യഥാർത്ഥത്തിൽ എനിക്കും എയ്ക്കും മുഴുവനും വേണ്ടിയുള്ളതാണ്. ഓരോ പാരമ്പര്യങ്ങളും നമ്മെ വിനിയോജിതനാക്കുന്ന ത്യാഗത്തിൻ്റെ പ്രകടനങ്ങളാണ്. അതുവഴി നാം ജീവിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബോബ് അടിസ്ഥാനപരമായി എന്നെക്കാളേറെ വിനയമുള്ളവനായിരുന്നു. ഒരർത്ഥത്തിൽ അദ്ദേഹം പ്രകൃത്യാ തന്നെ സാത്വികനായിരുന്നു. അതുകൊണ്ട് അനാമധേയത്വം അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു. എന്തിനാണ് ചിലർ അധികമായി പ്രശസ്തി ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നില്ല. അദ്ദേഹം മരിക്കുന്നതിന് മുൻ വർഷങ്ങളിൽ തന്നെ അദ്ദേഹം അനാമധേയത്തെ മാനിക്കുന്ന ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ സഹായകമായി. വളരെ ബാധകമായ ഒരു കാര്യം ഓരോയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെന്താണ് സംഭവിച്ചതെന്ന്. ഡോക്ടർ ബോബ് മാരകമായ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കണ്ട ഒരു സ്ഥാപകനും അദ്ദേഹത്തിന്റെ ഭാര്യ ആനയ്ക്കും അനുയോജ്യമായ നിലയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്മാരകമോ സ്മൃതി മണ്ഡപമോ വേണമെന്ന് നിർദ്ദേശിച്ചു. സ്വാഭാവികമായും ഇതൊരു സ്നേഹോപകാരമായി കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ സമീപിച്ച് ഒരു സൗധത്തിന്റെ രൂപരേഖ സമർപ്പിച്ചു. ഡോക്ടർ ബോബ് ഈ കാര്യം എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ ഉദ്ദേശം നല്ലതാണ്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ദൈവത്തെ ഓർത്ത് ബിൽ, ഞാനും നിങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ അടക്കം ചെയ്താൽ പോരെ, അല്ലെങ്കിൽ സെമിത്തേരിയിൽ അടക്കിയാൽ പോരെ? അദ്ദേഹത്തിന്റെ വേർപാട് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഞാൻ അക്രോൺ സെമിത്തേരി സന്ദർശിച്ചു. ആ സാധാരണ കല്ലിൽ ആൽക്കോളിസ് അനോണമസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ ദമ്പതികൾ അവരുടെ കല്ലറയിൽ പോലും ആൽക്കോളിസ് അനോണമസ് എന്ന് എഴുതാതിരുന്നപ്പോൾ അത്രയും അനാമധേയത്വം വേണമെന്നായിരുന്നോ എന്ന് ചിലർ ചിന്തിക്കുമായിരിക്കും. ഞാൻ അങ്ങനെ കരുതുന്നില്ല. സ്വയം ശൂന്യനാകുന്ന ഹൃദയസ്പർശിയായ അവസാനത്തെ ഉദാഹരണം ഏതൊരു സ്മാരകത്തെയോ എത്ര വലിയ പൊതുജനശ്രദ്ധയെക്കാളും ഏറെ എയ്ക്ക് വിലപ്പെട്ടതായിരിക്കും എന്ന് തോന്നുന്നു. അടുത്തത് ദ എ പ്രിൻസിപ്പിൾസ് ഓഫ് സർവീസ് ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ 12 ട്രഡീഷൻസ് ആൻഡ് 12 സ്റ്റെപ്സ്. 12 പാരമ്പര്യങ്ങളിലും 138 പേജിലാണിത്. എയുടെ 18 പാരമ്പര്യങ്ങളിലും 18 പടികളിലും സൂചിപ്പിക്കുന്നത് പോലെ each AA group has but one primary purpose, to carry its message to the alcoholics suburbs. Every AA group ought to be fully self-supporting. Alcoholics Anonymous should remain forever non-professional. AA as such ought never be organized, but we may create service boards of committee directly responsible to those they serve. Our leaders are but servants, they do not govern. We try to carry this message to alcoholics and to practice this principle in all our affairs. The traditional principles of AA service stated above have been amplified by Bill W. and made a part of the AA service manual and the 12 concept for world service.
ഓരോ എ ഐ ഗ്രൂപ്പിനും ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇപ്പോഴും കഷ്ടപ്പെടുന്നവരിലേക്ക് എ ഐയുടെ സന്ദേശം എത്തിക്കുക. ഓരോ എ ഐ ഗ്രൂപ്പും സ്വയം പര്യാപ്തമായിരിക്കണം. എ ഐ ഒരു സംഘടന ആക്കാവുന്നതല്ല, പക്ഷെ സേവനം ചെയ്യുന്നവരോട് ഉത്തരവാദിത്തമുള്ള ബോർഡോ കമ്മിറ്റികളോ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ നേതാക്കൾ വിശ്വസ്ത സേവകരാണ്, ഭരിക്കുന്നില്ല. ഈ സന്ദേശം നാം മറ്റ് മധ്യസ്ഥർക്ക് എത്തിച്ചു നൽകുകയും സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. എ ഐയുടെ പരമ്പരാഗതമായ സേവനത്തിന്റെ ഈ തത്വങ്ങൾ ബിൽ ഡബ്ല്യു കൂടുതൽ വിശദമാക്കുകയും എ ഐ സർവീസ് മാനുവലിനും ലോക സേവനത്തിലുള്ള 12 ആശയങ്ങളിലും ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് 138 പേജ് അവസാനിക്കുന്നത്. അടുത്തത് സർവീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭാവമാണ്. 139 പേജിലാണ് ആരംഭിക്കുന്നത്. അത് അടുത്ത ദിവസം. മൂന്നാമത്തെ പൈതൃകമാണത്, സേവനം, ദ തേർഡ് ലെഗസി. അത് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. താങ്ക് യു.